വിഴിഞ്ഞം ലോകത്തിലെ ഏറ്റവും വലിയ പോർട്ടാണ്. പോർട്ട് വരുന്നത് പണി തുടങ്ങുന്നു, ഓക്കെ, വെൽ ആൻഡ് ഗുഡ്. എന്നിട്ടും അതിനകത്ത് എഴുതി വെച്ചിരിക്കുന്നത് എന്തോ 1% ഓഫ് ദ പ്രോഫിറ്റ് വിൽ ബി ഗിവൺ ടു ദ സ്റ്റേറ്റ് ആഫ്റ്റർ 20 years, 15+5. ഉമ്മൻചാണ്ടിയായിട്ട് ഞാൻ സത്യം പറഞ്ഞ ഒരു ദിവസം സെക്രട്ടേറിയറ്റിനകത്ത് വെച്ച് ഇറങ്ങി വരുന്ന സമയത്ത് ഈസ് എ നൈസ് മാൻ, പക്ഷേ എനിക്ക് രോഷം പ്രകടിപ്പിക്കേണ്ടി വന്നു. നിങ്ങളെ ഈ പണമുണ്ട്, അതുകൊണ്ട് നിങ്ങളെ മോളെ ഞാൻ കയറ്റും, 60 ലക്ഷം കൊടുത്ത്. എൻ്റെ പൈസ അല്ല, നീ ഗേറ്റിൻ്റെ വെളിയിൽ നിന്ന്. ലോകത്ത് എവിടെ നടക്കും ഇങ്ങനെയുള്ള സംഭവങ്ങൾ? കേരളത്തിൽ നടക്കണമെങ്കിൽ നമ്മൾ പറയാം യു ആർ ദ ബെസ്റ്റ്. എന്നിട്ട് തുടങ്ങാത്തതുകൊണ്ട് ഞാനത് കണ്ടംപ്റ്റ് ആക്കിയപ്പോഴാണ് അവിടെ പണി തുടങ്ങിയതും ഗഡ്കരി വന്നതും പ്രധാനമന്ത്രി വന്നതും ഒക്കെ. പക്ഷെ നമ്മൾ രാഷ്ട്രീയക്കാരനല്ലാത്തതിനും നോബഡി നോസ്. എനിക്ക് എല്ലാ ദിവസവും ഏതെങ്കിലും ഒരു ആശുപത്രിയായിട്ട് ബന്ധപ്പെട്ട് പരാതി കിട്ടാറുണ്ട്. മരിച്ചാലും 3 ദിവസം വെന്റിലേറ്ററിൽ ഇട്ടേക്കും. അതിന് ലക്ഷക്കണക്കിന് രൂപയുടെ ബില്ല്. ഒരു അക്ഷരം മിണ്ടാൻ പറ്റത്തില്ല. യു ഹാവ് ടു പേ ദ മണി ആൻഡ് ഗോ ഓഫ്. പരവൂരുള്ള സുനാമി ഒരു ഫ്ലാറ്റിൽ പോകേണ്ടി വന്ന് ഒരു കംപ്ലൈൻറ്റ് കേൾക്കാൻ പോയതാ. മനുഷ്യൻ കയറത്തില്ല അതിനകത്ത്. അവിടെ താമസിക്കുന്ന പാവത്തുങ്ങളാ. അതേ കണക്ക് ഇവരെയും കൊണ്ട് ഇടാൻ പോയാ. നമസ്കാരം, ഷൂട്ടർ സൈറ്റിലേക്ക് സ്വാഗതം. കൊല്ലത്തെ പ്രമുഖ വ്യവസായ കുടുംബത്തിൽ പിറന്ന അനേകം വ്യവസായങ്ങളുള്ള MK സലീം ഏതാണ്ട് 10-12 വർഷം മുമ്പ് ഒരു തീരുമാനത്തിലേക്ക് എടുക്കുന്നു. പൊതുപ്രവർത്തനം വേണം, സമൂഹത്തിന് വേണ്ടി ചില കാര്യങ്ങൾ ചെയ്യണം. അതിന്റെ പ്രധാനപ്പെട്ട കാരണം കൊല്ലത്തെ പൊളിച്ചിട്ട ഒരു ഇരുമ്പ് പാലത്തിന് പകരം പാലം പണിയാത്ത സർക്കാരിന്റെ അനാസ്ഥയായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് കോടതി വ്യവഹാരം നടത്തി തുടങ്ങിയ MK സലീം ഇന്ന് കേരളത്തെ ഇളക്കി മറിച്ച അനേകം പൊതു താല്പര്യ ഹർജികളുടെ പിതാവാണ്. മാത്രമല്ല, പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ സമൂഹത്തെ ബാധിക്കുന്ന വിഷയങ്ങളിൽ വ്യക്തമായ നിലപാടുമെടുക്കുന്നു. നമ്മുടെ ഇന്നത്തെ അതിഥി MK സലീം. നമസ്കാരം. നമസ്കാരം. ഞാൻ ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാറുണ്ട്. അങ്ങ് ഒരു പൊതുപ്രവർത്തകനാകാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്താണ്? പൊതുപ്രവർത്തകനാകാനുള്ള ഒരു കാരണമില്ല. കാരണം ബിക്കോസ് ഞങ്ങൾ ഈ പൊതുപ്രവർത്തനം എന്നുള്ളത് നമ്മളെ രക്തത്തിൽ ഒരു DNA പോലും ഇല്ല. ബിക്കോസ് വി ഹാവ് നോട്ട് ഇൻ എനി വേ, മൈ ഫാമിലി ഓർ മൈ ഫാദർ, നോബഡി വാസ് കണക്റ്റഡ് വിത്ത് ദിസ് ഓൾ ദി സോഷ്യൽ ആക്ടിവിറ്റീസ്. One intuition came one day to me and I fell into it. ഇൻറ്റ്യൂഷൻ എന്നൊക്കെ കിട്ടി. അത് അങ്ങനെയാണ് ഞാൻ സത്യം പറഞ്ഞാൽ അതിലൊരു കുളിര് കൊണ്ട് ഞാൻ ഇതിൽ ഇറങ്ങി ചാടിയത്. ഒരു 10, 12, 13 പൊതു താല്പര്യ ഹർജികൾ ഞാൻ ഫയൽ ചെയ്തിട്ടുണ്ട്. ആദ്യത്തെ ഇരുമ്പ് പാലമായിരുന്നു. കൊല്ലം പട്ടണത്തിന് നടുക്കാണ് ഞാൻ താമസിക്കുന്നത്. കൊല്ലം പട്ടണത്തിൻ്റെ നടുക്ക് തന്നെ ഈ ഇരുമ്പ് പാലം എന്ന് പറയുന്ന ഒരു പാലം ബ്രിട്ടീഷുകാർ കെട്ടിയ ഒരു പാലമാണ്. അപ്പോൾ അത് ഒരു കുഴപ്പമില്ലായിരുന്നു. അപ്പോൾ കാലപ്പഴക്കം വന്നെന്ന് പറയും നമ്മൾ PWD അത് പൊളിച്ചു പണിയാനായിട്ട് അത് പൊളിച്ചിട്ടിട്ട് സമാന്തര പാലം തുടങ്ങി. അത് കോൺട്രാക്ടർ പ്രശ്നമായി. ഒരു ഭയങ്കര ഹേർഡില്ലായിരുന്നു സിറ്റിക്കകത്ത്. അവിടെ വന്നാൽ 1 മണിക്കൂർ കിടക്കണമായിരുന്നു. അങ്ങനെ ഞാൻ എൻ്റെ മനസ്സിൽ നിന്ന് എന്താ ഇതിങ്ങനെ കിടക്കുന്നതെന്ന് നോക്കിയപ്പോൾ ഞാൻ MP അടുത്ത് ചോദിച്ചു, MLA അടുത്ത് വൈസിട്ട് അത് അവരൊന്നും എനിക്ക് ഒരു സൂട്ടബിളായിട്ടുള്ളൊരു ആൻസർ തരുന്നില്ലായിരുന്നു. അന്ന് എനിക്ക് ഇതിനെപ്പറ്റി ഒന്നും അറിയത്തില്ലല്ലോ. അങ്ങനെയാണ് യാദർച്ഛികമായിട്ട് എൻ്റെ ഒരു ഫ്രണ്ട്, എൻ്റെ കൂടെ പഠിച്ച ബാംഗ്ലൂരിൽ എൻ്റെ കൂടെ പഠിച്ച ഒരു ഫ്രണ്ട് ഈ പ്രാക്ടീസ് ചെയ്യുന്ന ഹൈക്കോടതി, ഞാൻ ആസ്റ്റും ഇത് നമ്മളെ കൊല്ലത്ത് പട്ടണത്തിൽ ഇങ്ങനെ ഒരു പാലം കിടക്കുന്നു, ആ പാലം ഇങ്ങനെ കിട്ടിയിരിക്കുകയാണ്, നീ ഒരു ബില്ല് ഫയൽ ചെയ്യുമെന്ന് പറയും. ഞാൻ പറയും ബില്ലോ അതെന്തോ? അപ്പം പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ അത് ആർക്കും കൊടുക്കാം, ഏതൊരു വ്യക്തിക്കും കൊടുക്കാം, പൊതു താല്പര്യങ്ങളാണെങ്കിൽ എന്ന് പറയും. ഞാൻ പറയും നീ എന്നെ ഫയൽ ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് ഈ കിട്ടാവുന്ന പേപ്പേഴ്സ് എല്ലാം കളക്ട് ചെയ്തുകൊണ്ട് കൊടുത്ത് ഫസ്റ്റ് സെക്കൻഡ് സിറ്റിങ്ങിൽ ഇത് ഉടൻ തന്നെ എക്സ്പീഡീഷ്യസ്ലി ഇത് പണിയണമെന്ന് പറഞ്ഞുകൊണ്ട് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ഓർഡർ ഇട്ടിട്ട് അന്ന് ഉമ്മൻചാണ്ടി വർക്ക് ചെയ്ത് ഉമ്മൻചാണ്ടിയുടെ പറമ്പിൽ കുറച്ച് ദിവസം നടന്നാൽ അവസാനം അത് കണ്ടംപ്റ്റ് ആക്കുമെന്ന് പറഞ്ഞു. ഉമ്മൻചാണ്ടിയായിട്ട് ഞാൻ സത്യം പറഞ്ഞ ഒരു ദിവസം സെക്രട്ടേറിയറ്റിനകത്ത് വെച്ച് ഇറങ്ങി വരുന്ന സമയത്ത് ഈസ് എ നൈസ് മാൻ, പക്ഷേ എനിക്ക് രോഷം പ്രകടിപ്പിക്കേണ്ടി വന്നു. ബിക്കോസ് ഞാൻ ചെന്നത് ഒരു വെസ്റ്റഡ് ഇൻട്രസ്റ്റ് അല്ല, പബ്ലിക്ക് ഒരു രാഷ്ട്രീയ പാർട്ടിയും പറഞ്ഞിട്ടില്ല, ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പിൻബലില്ല. ഐ വെൻ ലൈക്ക് ദിസ് ഒള്ളി. ഞാൻ ഇന്നും ഇവിടെ വന്ന് വണക്കാൻ പോയത്. അപ്പോൾ പുള്ളിക്കാരൻ അങ്ങനെ പുള്ളിയായിട്ട് ഇതാകാൻ വേണ്ടി വന്ന് കലഞ്ഞൂർ മധുവായിരുന്നു എൻ്റെ കോൺട്രാക്ടർ. അത് ഇപ്പോഴത്തെ നമ്മളെ ധനകാര്യമന്ത്രി ബാലഗോപാലിൻ്റെ ബ്രദർ. അപ്പോൾ പുള്ളിയായിട്ടൊക്കെ ഇടങ്ങേണ്ടി വന്ന് പിന്നെ അവർ നിൽക്കക്കള്ളിയില്ലാതെ ദെൻ ഫിനിഷ്ഡ് ഇറ്റ്. അതെനിക്കൊരു കുളിരായിട്ട് ഇത് കൊള്ളാമല്ലോ സംഭവം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അടുത്ത കൊല്ലം ബൈപ്പാസിലേക്ക് ഞാൻ പോകുന്നത്. കൊല്ലം ബൈപ്പാസ് എന്ന് പറയുന്നത് അത് ഒരു ദാരുണമായ കഥയാണ്. 2019 പണി തുടങ്ങി പകുതി വഴി വെച്ച് തീർത്തിട്ടിട്ട് അവർ ഇട്ടേച്ചങ്ങ് പോയി. നാഷണൽ ഹൈവേ അതോറിറ്റി ആരായിരുന്നു ചുമതലക്കാര്? നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ അവർ ചെയ്തില്ല. അപ്പോൾ ചെയ്യാത്തതുകൊണ്ട് ഞാൻ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയെ പ്രതിയാക്കി. എന്ന് വെച്ചാൽ
പണിഞ്ഞ് പകുതി മുക്കാൽ ഭാഗം ഇട്ടത്. അതെന്ന് പറഞ്ഞാൽ അന്ന് ടി.കെ. ദിവാൻ എന്ന് പറഞ്ഞാൽ ദീർഘദൃഷ്ടി, അവരൊക്കെ അങ്ങനെയൊക്കെ ഉള്ള മിനിസ്റ്റേഴ്സിനെയൊക്കെ നമുക്ക് ജസ്റ്റ് ഇമാജിൻ 10-40 വർഷത്തിന് മുമ്പ് കേരളത്തിൽ 45 മീറ്റർ, ഇപ്പോഴാണ് 45 മീറ്റർ വീതിയിൽ എടുത്തത് ഈ 66 പണിയുന്നതിന്. അന്ന് അദ്ദേഹം എടുത്തിട്ട് കൊല്ലത്തിന് ബൈപ്പാസ്, അന്ന് ആളുകൾ ചോദിച്ചു എന്തിനാ ഇത്രയും വലിയ റോഡൊക്കെ എന്ന് ചോദിച്ചു. ഇപ്പോൾ അതെങ്ങനെ വന്നത്? അപ്പോൾ അദ്ദേഹം എടുത്തിട്ടിട്ട് അദ്ദേഹം മരിച്ചു പോയതിന് ശേഷമാണ് ഇത് നടക്കുന്നത്. പകുതി മുക്കാൽ ഭാഗം പണിഞ്ഞിട്ടിട്ട് ഐത്തിൽ വരെ പണിഞ്ഞിട്ട്, അത് കഴിഞ്ഞ് പിന്നെ പ്രശ്നം ഉണ്ടായപ്പോഴത്തേക്ക് അത് കല്ലും താഴെ വരെ പണിഞ്ഞിട്ട് അവരവരെ പാട്ടിന് പോയി. എന്നിട്ട് അവിടെ കാട്ടിൽ താമസിക്കുക. നമ്മൾ കാവനാട് ഇങ്ങോട്ട് വരുന്നില്ല, കാടകത്ത്, സിറ്റിക്കകത്ത്. സോ ഐ വെൻ വൺ ഡേ ഇൻസൈഡ് ആൻഡ് ആസ്ക്ഡ് വൈ യു പീപ്പിൾ ആർ ലിവിങ് ലൈക്ക് ദിസ് എന്ന് ചോദിച്ചപ്പോൾ എന്താ ഏന സാറേ ഞങ്ങൾ വസ്തുവും കൊടുത്ത് പൈസയും കിട്ടിയില്ല, വി ആർ ലൈക്ക് ദിസ്. അങ്ങനെ നേരെ എറണാകുളത്ത് പോയപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു നീ തന്നെ കയറാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാനോ, ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരു കോടതി കയറിയിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഈ സെഡ് ഓക്കെ, നത്തിങ് റോങ്, ഞാനെല്ലാം എഴുതിത്തരാം, നീ കയറിയിട്ട് കാര്യങ്ങൾ പറഞ്ഞാൽ മതി, നിനക്ക് ഇംഗ്ലീഷ് അറിയാമല്ലോ നല്ലപോലെ, യു ടെൽ ഇറ്റ് ഇൻ ഇംഗ്ലീഷ്, ചീഫിൻ്റെ ബെഞ്ചിൽ അത് വരുത്തോളൂ, ബിക്കോസ് ഈ മലയാളിയല്ല ചീഫ് എന്ന്. ഞാൻ പറഞ്ഞു അങ്ങനെ പേടിച്ച് വിറച്ച ആദ്യം പോയിട്ട് അന്ന് മഞ്ജുള ചെല്ലൂർ എന്ന് പറയുന്ന ഒരു ചീഫ് ജസ്റ്റിസ്, ഷീസ് ഫ്രം ബാംഗ്ലൂർ. അപ്പോൾ അവർക്ക് ഞാൻ ഇത് ഒരു വർഷം കഴിഞ്ഞപ്പോൾ അവസാനം ഒരു ബൈൻഡിങ് വേർഡിക്റ്റ് അടിച്ചു തന്നു. The National Highway Authority of India and North Ministry of Road Transport Drivers must start the work within 6 months. ഇങ്ങനെയുള്ള വിധികളൊന്നും വരാറില്ല. ഷാജനിൻ്റെ മുമ്പിൽ ഇരിക്കുന്ന ആളാണ് അദ്ദേഹം, ഒരുപാട് കേസുകൾ പറയുന്നത്. ഇങ്ങനെയുള്ള വിധികളൊന്നും വരാതെ ഞാൻ കോട്ടിടാതെ ഞാൻ തന്നെ എൻ്റെ കേസെല്ലാം ഞാൻ വാദിച്ചത് ഈ ഇരുമ്പ് പാലം കഴിഞ്ഞ്. ഞാൻ ഈ മുണ്ട് കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു, അപ്പോൾ ഞാൻ പറഞ്ഞു ഇതാണ് സാറ്റ് കേസ് എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഷീ സെഡ് യു ഹാവ് ടു സ്റ്റാർട്ട് ദ വർക്ക് വിതിൻ 6 months ഫ്രം ദ ഡേറ്റ്. എന്നിട്ട് തുടങ്ങാത്തതുകൊണ്ട് ഞാനത് കണ്ടംപ്റ്റ് ആക്കിയപ്പോഴാണ് അവിടെ പണി തുടങ്ങിയതും ഗഡ്കരി വന്നതും പ്രധാനമന്ത്രി വന്നതുമൊക്കെ. പക്ഷെ നമ്മൾ രാഷ്ട്രീയക്കാരനല്ലാത്തതിന് നോബഡി ന്യൂസ്, കുറച്ച് ആളുകൾക്ക് ഈ പത്രത്തിലൊക്കെ വന്ന വാർത്ത അറിയാമെന്നുള്ളതല്ല. അതാണ് ഇറ്റ് വെൻറ്റ് ഓൺ ടു ഫൈറ്റ് അഗൈൻസ്റ്റ് അദാനി, ബെഹ്റയ്ക്കെതിരെ ഞാൻ കേസ് കൊടുത്തു. പിന്നെ അങ്ങനെയുള്ള കേസുകളെല്ലാം കൊടുക്കാനുള്ള ഒരു 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 ശക്തി, മാനസിക ശക്തി, അല്ല ആരുമൊന്നും പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെയുള്ളവരുടെ പേരിൽ കേസ് കൊടുക്കാൻ പറ്റത്തില്ലല്ലോ. ഏതായിരുന്നു അദാനിക്കെതിരെ? എന്തായിരുന്നു അദാനിക്കെതിരെ കേസ് എന്ന് പറയുന്നത് ലോകത്ത് എവിടെയും നടക്കാത്തൊരു സംഭവമാണ് ഈ വിഴിഞ്ഞം ഹാർബർ. വിഴിഞ്ഞം ലോകത്തിലെ ഏറ്റവും വലിയ പോർട്ടാണ്. പോർട്ട് വരുന്നത്, പണി തുടങ്ങുന്നു, ഓക്കെ, വെൽ ആൻഡ് ഗുഡ്. പക്ഷേ ഞാനും ഷാജനും കൂടെ തുടങ്ങുന്ന ഒരു ബിസിനസ്, ഞാൻ ഏറ്റവും കൂടുതൽ പൈസ ആണ്, ഏറ്റവും വലിയ മൊത്തം പൈസ കേരളത്തിൻ്റെ, ഐ ക്യാൻ പ്രൂവ് ഇറ്റ്, 7,525 കോടി രൂപ. നമ്മൾ രണ്ടിനും പണിയുള്ളത്. നമ്മളൊരു എഗ്രിമെൻറ്റിലേറ്റ് ഞാൻ സർക്കാർ, ഞാൻ ഷാജൻ കോൺട്രാക്ടർ, നമ്മൾ രണ്ടുപേരും കോൺട്രാക്ടർ, നമ്മൾ തമ്മിൽ കോൺട്രാക്ട് കഴിഞ്ഞ സർക്കാർ 25 വർഷം കഴിയും, 20 വർഷം, പിന്നെ 5 വർഷം, 15 വർഷം, പിന്നെ ഒരു 5 വർഷം, അങ്ങനെ 25 വർഷം. ഇപ്പം 5 വർഷം കൂടെ പോയല്ലോ. അങ്ങനെ 25 വർഷം കഴിഞ്ഞ് അയാളടുത്ത് ചെന്ന് മുതലാളിയടുത്ത് ചെന്നിട്ട് 1 രൂപ ചോദിക്കാൻ പറ്റത്തുള്ളൂ. എന്നിട്ടും അതിനകത്ത് എഴുതി വെച്ചിരിക്കുന്നത് എന്തോ 1% ഓഫ് ദ പ്രോഫിറ്റ് വിൽ ബി ഗിവൺ ടു ദ സ്റ്റേറ്റ് ആഫ്റ്റർ 15 പ്ലസ് 5. ഇപ്പം പിന്നെ 5 കൂടെ വന്നപ്പോൾ പിന്നെ 25 ആയി എടുത്തോളുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഹൈക്കോടതി പോയിട്ട് പറഞ്ഞ് ഞാൻ ഈ പ്രോജക്റ്റ് ഒന്നും എതിർക്കാനും പറ്റത്തില്ലല്ലോ ആർക്കും. പ്രോജക്റ്റ് നല്ലതല്ലേ? ഓഫ് കോഴ്സ് പ്രോജക്റ്റ് ഇസ് എ ബിഗ് പ്രോജക്റ്റ്. ഇതെന്ന് പറഞ്ഞാൽ കടലിലല്ലേ നമ്മൾ തൊട്ടടുത്തൂടെ ഈ കപ്പൽ പാതയൊക്കെ പോണത്. ഇറ്റ് ഇസ് എ നാച്ചുറൽ ഹാർബറാണ്. അപ്പോൾ ഫസ്റ്റ് ഡേയിൽ ചീഫ് ജസ്റ്റിസ് എഴുതി വെച്ചു, അന്ന് നാനാവതി പ്രസാദ് സിംഗ് ചീഫ് ജസ്റ്റിസ്, അദ്ദേഹം എഴുതി വെച്ച് ദ സ്റ്റേറ്റ് വിൽ ബി ദ ലൂസർ ഫ്രം ദ ഫസ്റ്റ് ഡേ ടു ദ ലാസ്റ്റ് ഡേ. ഞാൻ പറയുന്ന കള്ളമാണെങ്കിൽ നിങ്ങൾ ഡൗൺലോഡ് ചെയ്തെടുത്ത് വായിച്ചു നോക്കും. ഇത് അദ്ദേഹത്തിന് തലയ്ക്ക് സുഖമില്ലാത്ത ആളാണ്. ദ സ്റ്റേറ്റ് ആൻഡ് അമർ പട്നായിക് എന്ന് പറയുന്ന അന്നത്തെ കൺട്രോളർ ഓഡിറ്റർ ജനറൽ എഴുതി വെച്ചിട്ടുണ്ട്, വെൻ എവർ എ കോൺട്രാക്ട് ഇസ് സൈൻ ബിറ്റ്വീൻ കൺസെഷൻ ആൻഡ് സ്റ്റേറ്റ്, ദ പ്രോഫിറ്റ് ആൻഡ് ദ ലോസ് മസ്റ്റ് ബി ഷെയർഡ് ബൈ രണ്ടുപേരും ഈക്വൽ. ഹിയർ ദ കൺസെഷൻ സീംസ് ടു ബി റണ്ണിങ് അവേ വിത്ത് ഓൾ ദ പ്രോഫിറ്റ്. മനസ്സിലായി? അങ്ങനെയാണ് ആ കേസ്. പിന്നെ കോടതി പറഞ്ഞു വാട്ട് ഈസ് ഓൾ ദിസ് നോൺസെൻസ് എന്ന് ചോദിച്ചു ഒരു ദിവസം. അപ്പം പറഞ്ഞ് നോ വി ഹാവ് ഓൾറെഡി ഗിവൺ വി ഹാവ് ഓൾറെഡി ഒരു ജുഡീഷ്യൽ കമ്മീഷൻ ഞങ്ങൾ ഓർഡറിട്ടുണ്ട്, അതിൻ്റെ റിസൾട്ട് ഉടനെ വരും. അത് പറഞ്ഞ് വെൻ ഐ ഗോയിൻ ടു ഗെറ്റ് ഇറ്റ് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ് വി ഹാവ് ഓൾസോ വിജിലൻസ് ഇൻവെസ്റ്റിഗേഷൻ്റെ റിപ്പോർട്ട് ഇതുവരെ പുറത്തു വിട്ടിട്ടില്ല പിണറായി വിജയൻ. വിട്ടത് മറ്റേ ഈ റിട്ടയർഡ് ജഡ്ജസിനെ കൊണ്ട് എന്താ എഴുതിക്കും നമുക്കറിയാം. ഇതിനകത്ത് അഴിമതിയൊന്നുമില്ല. നമ്മൾ അഴിമതിയുടെ കാര്യമല്ല പറഞ്ഞത്, നമ്മൾ പറഞ്ഞത് സ്റ്റേറ്റ് ഇസ് ദ ലൂസർ. അങ്ങനെ ഒരു റിസൾട്ട് കിട്ടിയില്ലല്ലോ. ആ കേസിന് റിസൾട്ട് കിട്ടിയോ? അല്ല, ഇവര്
ഇത് കോടതി കൊടുക്കാമെന്ന് പറഞ്ഞ് കോടതി കൊണ്ട് കൊടുത്ത് ഈ ജുഡീഷ്യൽ കമ്മീഷൻ്റെ. പക്ഷേ വിജിലൻസ് ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട് ഇതുവരെ വെളിവിട്ടിട്ടില്ല. വിജിലൻസിൽ ഇത് ബ്രൈബറി വരുന്നുണ്ട്. ഞാൻ വിജിലൻസിന് മൊഴി കൊടുത്തത് ഇന്നമാർ ദേമാസ് ഇതില്ലാതെ ഇന്നും ആരും ഇങ്ങനെ എഴുതി കൊടുക്കത്തില്ല. അദാനിയും ഉമ്മൻചാണ്ടിയും സംബന്ധക്കാരാണ്. ഒരു ഞങ്ങൾ മൊത്തം പൈസ തരാം, നിങ്ങൾ 10-25 വർഷം 1% തന്നാൽ മതി. അങ്ങനെയാണ് ഓരോ കേസുകളും. പിന്നെ ബെഹ്റയ്ക്കെതിരെ പോയി, അന്ന് ബെഹ്റ DGP ആയിരുന്നു. DGP ബെഹ്റയ്ക്കെതിരെ പോയി. ബെഹ്റയ്ക്കെതിരെ കേസിന് DGP ആയിട്ടിരിക്കുന്ന സമയത്ത് അങ്ങനെ എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഞാൻ ഒരു ദിവസം കോടതിയിൽ പോയിട്ട്, അപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചാൽ ഏത് കേസ്? ഞാൻ പറയും DGP. നീ ഇന്ന കാര്യം നടക്കുന്നു പറഞ്ഞുകൊണ്ട് ഞാൻ പറയും എന്തിനാണ് പേടിക്കുന്നത്, നമ്മൾ വേറൊന്നും പറയുന്നില്ല. എന്ന് വെച്ചാൽ പുള്ളിയും അന്ന് പിണറായി വിജയനാണ് അത് ചെയ്യിച്ചത്. പുള്ളിയും അന്ന് നളിനി നെറ്റോ സെക്രട്ടറി ഹോം അഫയേഴ്സിൻ്റെ, ഇവർ രണ്ടിനും കൂടെ ചേർന്ന് ഇവിടെ കേരളത്തിലുള്ള, അതിപ്പോഴും അങ്ങനെ കേരളത്തിലുള്ള എല്ലാ വിജിലൻസ് പോലീസ് സ്റ്റേഷനുകളും അത് പോസ്റ്റ് ഓഫീസാക്കി മാറ്റി. ഒറ്റ ഒരു വെള്ളത്തുണ്ടിൻ്റെ പേപ്പർ അടിച്ച് സീലും അടിച്ച് കേരള പോസ്റ്റ് ഓഫീസ് എന്ന് വെച്ചാൽ വേറെ ഒരു ജോലി നിങ്ങൾ ചെയ്യണ്ട. നിങ്ങൾക്ക് അവിടെ ഒരു പരാതി കിട്ടുകയാണെങ്കിൽ യു സെൻഡ് ടു മീ ടു ബെഹ്റ ആൻഡ് എന്നിട്ട് ഞങ്ങൾ തീരുമാനിക്കും കേസ് എടുക്കണോ വേണ്ടിയത്. ഇറ്റ് ഇസ് സ്റ്റിൽ ഗോയിങ് ഓൺ ലൈക്ക് ദാറ്റ്. എന്നിട്ട് ഞാനില്ലാത്ത ഒരു ദിവസം മണികുമാർ അന്നത്തെ ചീഫ് ജസ്റ്റിസ് അത് ഡിസ്മിസ് ചെയ്ത്. ഞാൻ ഹാജരാവാത്ത ഒരു ദിവസം കൊല്ലത്ത് ഓടി എത്തണ്ടേ, തലേന്ന് രാത്രി 8 മണിക്ക് നമ്മൾ അറിയൂ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ. ചിലപ്പോൾ അറിയാതെ വരുമ്പോഴത്തേക്ക് അത് കൂടാതെ വേറെ വലിയൊരു കേസ് ഞാൻ കൊടുത്തതെന്ന് വെച്ചാൽ ഈ കേരളത്തിലുള്ളവരെല്ലാം അറിയണത് ഒരു കേസെന്ന് പറയുന്നത് ഈ ഇപ്പം ഖാദർ കമ്മീഷൻ റിപ്പോർട്ട് വന്നു ഇല്ലേ, അതിനു മുമ്പ് 14ാം നിയമസഭാ യുവജനക്ഷേമകാര്യ സമിതി റിപ്പോർട്ട് വന്നു. ചിന്താ ജറാമക്കാരൻ്റെ മുകളിൽ കയറുന്ന യുവജനങ്ങളെ ഇതാക്കിക്കൊണ്ട് ഞാൻ പോയി കേസ് കൊടുത്ത് ഇത് അനീതിയാണ്, 2 തരം പൗരന്മാരെ സൃഷ്ടിക്കുന്ന ഒരു സംഭവമാണിത്, ഇത് ഈ ആർട്ടിക്കിൾ 14 ലംഘനമാണ്, പച്ച ലംഘനമാണ്, ഇത് ഞങ്ങളെ ടാക്സ് പേഴ്സിൻ്റെ പൈസ എടുത്ത് അവർക്ക് ശമ്പളം കൊടുക്കുന്നു, ടീച്ചർമാരെ നിയമിക്കുന്ന എവിടെയോ ഇരിക്കുന്ന അതിൻ്റെ മാനേജർ, ആ സ്കൂളിൻ്റെ മാനേജർ ഒരു ടെസ്റ്റ് എഴുതണ്ട, ഒന്നും എഴുതണ്ട, ഭാവിയിലെ പിള്ളേരെ വാർത്തെടുക്കുന്ന സിറ്റിസൻസിനെ വാർത്തെടുക്കുന്ന ഒരു സ്ഥലം, ഒരു കോമ്പറ്റീറ്റീവ് SSLC 3 പ്രാവശ്യം തോറ്റവർ പോലും ടീച്ചർമാരായിട്ട് പഠിക്കുന്നുണ്ട്. ഞാൻ പറയും ദിസ് മസ്റ്റ് ബി സ്റ്റോപ്പ്. അത് ഞാനില്ലാത്തൊരു ദിവസം ഈ മണികുമാർ ഈ കോടതി അത് ഡിസ്മിസ് ചെയ്യും, ഞാനില്ലാത്ത ദിവസം. എന്നിട്ട് കള്ള അഫിഡവിറ്റ് അടിച്ചു കൊടുത്തു. എവിടെ? ഈ ഖാദർ കമ്മീഷൻ റിപ്പോർട്ടിനെതിരാണ് കള്ള അഫിഡവിറ്റ് അടിച്ചു കൊടുത്തു ഹൈക്കോടതിയിൽ. അന്ന് ഷാജഹാൻ സെക്രട്ടറിയാണ് IAS. ഇന്നമാതിരി എല്ലാം സുതാര്യമായിട്ടാണ് നടക്കുന്നത്, ഒരു പൈസ കോഴ വാങ്ങിക്കുന്നില്ല, ആർക്ക് വേണമെങ്കിലും അപ്ലൈ കിട്ടും, ഇതാണെന്നൊക്കെ പറഞ്ഞു. ജസ്റ്റ് ഇമാജിൻ, എന്നെ തോപ്പിച്ചാണോ? നമ്മുടെ സമൂഹത്തെ തോപ്പിച്ചല്ലേ. നിങ്ങളെ ഈ പണമുണ്ട്, അതുകൊണ്ട് നിങ്ങളെ മോളെ ഞാൻ കയറ്റും 60 ലക്ഷം കൊടുത്ത്, എൻ്റെ പൈസ അല്ലേ, നീ ഗേറ്റിൻ്റെ വെളിയിൽ നിന്നില്ലേ. ലോകത്ത് എവിടെ നടക്കും ഇങ്ങനെയുള്ള സംഭവങ്ങൾ? കേരളത്തിൽ നടക്കുന്നതിന് നമ്മൾ പറയാം വി ആർ ദ ബെസ്റ്റ്. അതുപോലെ ഈ ഡീപ് സീ റൂട്ട് കേസ് എന്താണെന്ന് പറഞ്ഞു. ഡീപ് സീ ലൂട്ട് കേസ് എന്ന് പറയുന്നത് നമ്മളുടെ സമ്പത്ത് ഇപ്പം സാധാരണ ഇങ്ങനെ ഒരു ഓഫീസ് റൺ ചെയ്ത് സാധാരണ അറിയുന്നില്ല ഇവിടെ നിന്ന് കുറേ പൈസ ഡെയിലി വെളിയിൽ പോകണമെന്ന്. അപ്പോൾ ഒരാളെ ഏൽപ്പിച്ചിട്ടുണ്ട്, അയാൾക്ക് ഇതിനകത്തൊരു ഉത്തരവാദിത്തമില്ല, പക്ഷേ ഇത് മണി ഈസ് ബീങ് ഡ്രെയിൻ. അങ്ങനത്തെ ഒരു സംഭവമാണ് നമ്മളെ ഇന്ത്യയിൽ നടന്നുകൊണ്ടിരുന്ന സംഭവം. ഇതെന്ന് പറയുന്നത് നമ്മളെ മത്സ്യത്തൊഴിലാളികൾക്ക് ഇന്നും അവരെ പ്രാപ്തരാക്കിയിട്ടില്ല ICC പോയി അവർ മീൻ പിടിച്ചുകൊണ്ട് വരാൻ. ഇവർക്ക് കൊടുത്തിരിക്കുന്ന ലിമിറ്റ് എന്ന് പറയുന്നത് 12 നോട്ടിക്കൽ മൈൽ ലിമിറ്റേ കൊടുത്തിട്ടുള്ളൂ. 12 നോട്ടിക്കൽ മൈലിനകത്ത് ഇവർക്ക് പോകാം. എന്തെന്ന് വെച്ചാൽ 12 നോട്ടിക്കൽ മൈൽ കഴിഞ്ഞാൽ ഡീപ്പ് ആഴമുള്ള കടൽ തുടങ്ങിയ സ്റ്റാർട്ടിങ് ഫ്രം 500 മീറ്റേഴ്സ് അപ് ടു അളന്നാൻ നിൽക്കാത്ത ഡീപ്സ്. അപ്പോൾ അതിനുള്ള യാനങ്ങൾ നമ്മളെ കയ്യിലില്ല. ഇന്ത്യ ഇന്ന് മാനുഫാക്ചർ ചെയ്യുന്നില്ല. ഇതെന്തോ വി ആർ ഹാവിങ് കൊച്ചിൻ ഷിപ്പ് യാർഡ്. അപ്പം ഇത് വെളിയിൽ നിന്നുള്ള ട്രോളേഴ്സ് കൊണ്ടുവന്ന് നമ്മളെ ഇന്ത്യൻ കമ്പനികൾക്ക് മീൻ ഉള്ളിൽ നിന്ന് പിടിച്ച് നമ്മളെ പോർട്ടിലേക്ക് കൊടുക്കാനുള്ള ഒരു ലൈസൻസാണ് കേന്ദ്ര സർക്കാരിൻ്റെ അഗ്രികൾച്ചർ മിനിസ്റ്റർ ഫിഷറിയിൽ നിന്ന് കൊടുത്തത്, LOP ലൈസൻസ്. ആ LOP ലൈസൻസ് കൊടുത്താൽ 10,000 രൂപ കൊടുത്താൽ ഷാജൻ കൊടുത്താലും ഞാൻ കൊടുത്താലും നമുക്ക് കിട്ടും, ഒരു ലൈസൻസ് കിട്ടും. ഈ ലൈസൻസ് വാങ്ങിച്ച് കൊടുക്കാനുള്ളതെല്ലാം കോടിക്കണക്കിന് കൊടുത്തിട്ട് നേരെ കൊണ്ടുപോയി തൈവാനിലും, ഇന്ത്യയിൽ നടന്ന സംഭവമാണ്, തൈവാനിലും ചൈനയിലുള്ള ഫിഷിംഗ് കമ്പനി, ഡീപ് സീ ഫിഷിംഗ് കമ്പനികൾ കൊടുത്തിട്ട് കോടികൾ അവരിൽ നിന്ന് വാങ്ങിക്കും. അവർ എന്ന് വെച്ചാൽ നമ്മളെ കടലെന്ന് പറയുന്നത് സച്ച് എ വാസ്റ്റ് കൺട്രി. 200 നോട്ടിക്കൽ മൈൽ നമ്മളെ ഈ കടലോരത്തിന് ശംഖുമുഖത്ത് 200 നോട്ടിക്കൽ മൈൽ വരെ നമുക്ക് പോകാം. നമ്മളെ മത്സ്യത്തൊഴിലാളികൾ 12 നോട്ടിക്കൽ മൈലേ പോകാൻ പറ്റുന്നുള്ളൂ. അവർ കുറച്ച് മണ്ണെണ്ണ വേണമെങ്കിൽ 1 ലിറ്ററിന് ഇപ്പോൾ 100 രൂപ കൊടുക്കണം. ഒരു 5 ലിറ്റർ കിട്ടുന്ന പൈസ മേടിച്ചോണ്ട് ചൂന്ന് പറഞ്ഞ് പോയി പിടിച്ചോണ്ട് വരുന്ന മീനാണ് നമുക്ക് ഈ കിട്ടുന്നത്. ഇതൊക്കെ 200 നോട്ടിക്കൽ മൈൽസിന് നമ്മളെ കടലാണ്. ആ കടലിലാണ് ഇവർ വന്ന് പിടിച്ചോണ്ടിരുന്നത്.
അപ്പോഴത്തേക്ക് ഞാനിത് മനസ്സിലാക്കി പഠിച്ച് എൻ്റെ ഇറങ്ങിയപ്പോഴത്തേക്ക് ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ആരെങ്കിലും ഇട്ട് തരുമെന്ന് പറയുന്നത് LOP ലൈസൻസ് ഇത് ക്യാൻസൽ ചെയ്യണം. ഇത് നമുക്ക് ഇന്നുവരെ ഒരു മീൻ തന്നിട്ടില്ല ഇവർ, ഒരു കിലോ മീൻ തന്നിട്ടില്ല, ഒരു പോർട്ടിൽ ഇവർ ഇറക്കിയിട്ടില്ല. ഞാൻ ഐ പ്രൂവ്ഡ് ഇറ്റ് ബിഫോർ ദ കോർട്ട്. എന്നിട്ട് റിസർവ് ബാങ്ക് ഗവർണർ, ഫിഷറി സർവേ ഓഫ് ഇന്ത്യ, മറൈൻ ഡിപ്പാർട്ട്മെൻറ്റ് എല്ലാവരെയും പ്രതിയാക്കി, കോസ്റ്റ് ഗാർഡിനെ പ്രതിയാക്കി, എല്ലാവരെയും പ്രതിയാക്കി കൊണ്ടുപോയി ഹൈക്കോടതി കൊണ്ട്. അന്ന് തോട്ടത്തിൽ രാധാകൃഷ്ണൻ, വാട്ട് എ ജഡ്ജ്മെൻറ്റ് ഈ ഗെയിം. ഫസ്റ്റ് ഡേയിൽ എന്നെ കണക്കൊരു നിസ്സാരൻ ചെന്ന് പറയും, നിസ്സാരൻ ഇതാ നമ്മളെ ആഴക്കടൽ മത്സ്യസമ്പത്ത് മൊത്തം അടിച്ചോണ്ട് പോവുകയാണ്, ഇന്ത്യ ഗവൺമെൻറ് അതിന് കൂട്ട് നിൽക്കുകയാണ്, അവരാണ് ഈ ലൈസൻസ് കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഡേ വിതൗട്ട് എൻറ്ററിങ് ഇൻ ടു ദ പോളിസി ഓഫ് ദ ഗവൺമെൻറ്, സെൻട്രൽ ഗവൺമെൻറ്, ഇവർ ക്യാൻസൽ ചെയ്തു. പിന്നെ ഫസ്റ്റ് ഡേയിൽ ഈ മേലാൽ ഇങ്ങനെ ലൈസൻസ് കൊടുക്കരുതെന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു ബ്രിങ് ഓൾ വാട്ടർ യു കോട്ട് സോ ഫാർ. 1000 വെസൽസ് വന്നിട്ട് പോയിരിക്കുന്ന യാനങ്ങൾ. ഈ നമ്മൾ യൂട്യൂബ് തുറന്നാൽ കാണാം, ഈ യാനങ്ങൾ ഇങ്ങനെ വരുന്നില്ല, ആനയിറാഞ്ചി പക്ഷികൾ വരുന്നതാണൊക്കെ വരുന്നത്, 10, 400, 500 കിലോ 1000 കിലോ ഇങ്ങനെ ഒറ്റ വലിച്ചുകൊണ്ട് പോണത്. നമ്മൾ ഇവിടെയുള്ള മത്സ്യത്തൊഴിലാളികൾ കണ്ടിട്ടില്ല ആ യാനങ്ങൾ. ഐ പ്രൂവ്ഡ് ഇറ്റ്. എന്നിട്ട് പറഞ്ഞ് കൊണ്ടുവരാൻ. അപ്പോൾ ഇവർ ഒരു കണക്കുണ്ട്, 315 ടൺ പിടിച്ചിട്ടുണ്ട്. അവന് വെസൽസ് കെയിം. ഫിഷറി സർവേവിൻ്റെ പറഞ്ഞ് ഞങ്ങൾ 22 വെസലിന് ലൈസൻസ് കൊടുത്തെന്നൊക്കെ പറഞ്ഞുകൊണ്ട് എടുത്ത് എറിഞ്ഞു താഴെ. ഇറ്റ് ഈസ് അൺബിലീവബിൾ. അന്ന് ഈ മോഡി സർക്കാർ രാജിവെക്കേണ്ടതാണ്. ഇറ്റ് ഈസ് അൺബിലീവബിൾ. നിങ്ങൾ പറയുന്ന മൊത്തം പച്ചക്കള്ളമാണ്. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ വന്നിരിക്കുന്നത്, സോളിസിറ്റർ ജനറൽ ഹാജരായിരിക്കുക അന്ന് ഞാനുമായിട്ട് വാദിക്കാൻ. എന്നിട്ട് ഇറ്റ് ഈസ് അൺബിലീവബിൾ. ദ പെറ്റീഷൻ ഹാസ് റേസ്ഡ് എ ഗ്രേവസ് കൺസേൺ ഇമ്പാക്ടിങ് ഈ രാജ്യത്തെ സമ്പത്തിനെയും എല്ലാത്തിനെയും ഇമ്പാക്ട് ചെയ്യുന്ന ഒരു ഗ്രേവസ് കൺസേൺ. യു ആർ കമ്മിങ് വിത്ത് റബിഷ് ഇൻ ഫ്രണ്ട് ഓഫ് ദിസ് കോർട്ട്. എന്നിട്ട് കമ്മീഷണർ ഹാജരാകാൻ പറഞ്ഞു. 3 ദിവസം അങ്ങനെ ഇവിടെ ഹാജരായി. അവിടെ ചെന്ന് അങ്ങനെ കാണാൻ പോലും പറ്റത്തില്ല. ഡൽഹി ചെന്നാൽ ഈ ഫിഷറീസിൻ്റെ അങ്ങനെ പറഞ്ഞ് ചോദിച്ചു. അന്ന് ജസ്റ്റിസ് ശങ്കരൻ നമ്പ്യാർ, മറ്റേ ഇപ്പോഴത്തെ പുള്ളി ഉണ്ടായിരുന്നു. പുള്ളി ചോദിച്ചു, വാട്ട് യു പീപ്പിൾ സിറ്റിംഗ് ഇൻ ഡൽഹി തിങ്ക് അബൌവ് ലോ. ഇതൊക്കെ കേട്ടവനെ ഞാൻ. എന്നിട്ട് അതിന്റെ റിസൾട്ട് എന്തായി? റിസൾട്ട് ഇത് മൊത്തം ക്യാൻസൽ ചെയ്തിട്ട് പുതിയ ഗൈഡ് ലൈൻസ് കൊണ്ടുവരാൻ പറഞ്ഞു. പുതിയ ഗൈഡ് ലൈൻസ് കൊണ്ട് ആ കേസ് ഇപ്പോൾ നിൽക്കുക. പുതിയ ഗൈഡ് ലൈൻസ് കൊണ്ടുവരാൻ പറഞ്ഞപ്പോഴത്തേക്ക് ഓരോ ജഡ്ജിമാർ മാറിയല്ലോ. പുതിയ ഗൈഡ് ലൈൻ മണിക്കുമാർ അങ്ങനെ വന്നപ്പോഴത്തേക്ക് എന്നെ സംസാരിക്കാൻ സമ്മതിക്കത്തില്ല. പിന്നെ ഞാൻ മടുത്ത് ഞാനിങ്ങ് മാറിക്കളഞ്ഞു. കേസ് പോയോ? അല്ല, പോയില്ല. ഇപ്പം വീണ്ടും വിളിച്ച്, കഴിഞ്ഞ 9-ാം തീയതി വീണ്ടും വിളിച്ചു. ഇപ്പോഴത്തെ മുഷ്താഖ് ആക്ടിങ് ചീഫ് ജസ്റ്റിസ്. ഇത് പോയ 8 വർഷം കഴിഞ്ഞതാ. അപ്പോൾ പുതിയ ഗൈഡ് ലൈൻസ് കൊണ്ടുവന്നിട്ട് പറഞ്ഞ് ഇന്നമാതിരി ഇവരെല്ലാം പേര് നടപടി എടുക്കണമെന്ന് പറഞ്ഞു. ഇതിൻ്റെ ഇടയ്ക്ക് CBI വന്ന് CBI ഇതിനകത്ത് കളിച്ച് ക്രോർപതീസല്ലേ ഇൻവോൾവ് ഇൻ ഇറ്റ്, അന്നത്തെ അംബാനിമാർ. അപ്പോൾ അത് ആ കേസ് ഇന്ന് നിലനിൽക്കുക. ബിക്കോസ് ദർ ഈസ് നോബഡി എൽസ് ടു ഹെൽപ്പ് മീ. ഐ എം ഓൾ എലോൺ. ഒരു ലോൺ റേഞ്ചർ കണക്കാണ് നമ്മൾ പോകണത്. ഞാൻ വിവാഹം ചിലവാക്കി എറണാകുളത്ത് പോയി കിടന്ന് കേസ് പറയണം. അങ്ങനെയാണ് ഈ 12 കേസും പറഞ്ഞത്. ഈ ചിന്നക്കടയിലെ ഫ്ലൈ ഓവർ, റെയിൽവേ ഓവർ ബ്രിഡ്ജിന്റെ, അയ്യോ അത് പറഞ്ഞ ഭയങ്കര ഇത് ഈ ഡീപ് സീ ലൂട്ട് കേസിന്റെ കഥ പറഞ്ഞ പോലെയാ. അത് ലോകത്ത് എവിടെയും ചെയ്യാത്തൊരു പണിയാണ്. കൊല്ലത്ത് ഒരു ഫ്ലൈ ഓവർ ഇല്ല. ആ കൂടി ഒരു ഫ്ലൈ ഓവർ ചെയ്ത് SMB പാലത്തിന് അതിങ്ങനെ വന്ന് തിരിഞ്ഞിങ്ങനെ ഇല്ല പ്രാന്തന്മാർ തിരിഞ്ഞ് കണക്ക് തിരിഞ്ഞ് അവിടെ ആകെ കൊമോഷനാണ്. അപ്പം ഞാൻ ഒരു ഡിസൈൻ ചെയ്തു. എന്താ ഡിസൈൻ? ഒരു ഫ്ലൈ ഓവർ ചിന്നക്കടയിൽ. എന്ന് വെച്ചാൽ ചിന്നക്കടയിൽ ആ ട്രാഫിക് കൺജഷൻ ഒഴിവാക്കാൻ വേണ്ടി തിരുവനന്തപുരത്ത് നിന്ന് വരുന്ന ബസ്സും ആലപ്പുഴയിൽ നിന്ന് വരുന്ന വണ്ടികളും ഫ്ലൈ ഓവറിൽ കയറി അപ്പുറത്ത് ഇറങ്ങി ഈ കൺജഷൻ ഒഴിവാക്കാനും ഐ ഡ്രൂ ഇറ്റ് മൈ സെൽഫ്. ഞാനത് ഒഴിഞ്ഞ് അന്ന് മരിച്ചുപോയ മറ്റേ ഗോവയിലുള്ള മന്ത്രിയായിരുന്നു ട്രാൻസ്പോർട്ട് മിനിസ്റ്ററും. ഇവിടെ കൊല്ലത്ത് ഇവിടെ വന്നപ്പോഴത്തേക്ക് ഞാൻ പോയി കണ്ട് അദ്ദേഹത്തിൻ്റെ ഫ്രണ്ടുമായിട്ടും. അപ്പം ഞാൻ പറഞ്ഞു യു ബ്രിങ് ദ പ്ലാൻ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പ്ലാൻ അവർ വേണമല്ലോ സാങ്ഷൻ ചെയ്യാൻ. ഇതിനകത്ത് പകുതി NH വരുന്ന പകുതി PWD. അങ്ങനെ കൊല്ലത്തുള്ള PWD മിനിസ്റ്റർ സെക്രട്ടറി തന്നെ ഇത് അയച്ച് പ്ലാൻ വരച്ച് സൂപ്പറായിട്ട് ഇത് റെയിൽവേ അംഗീകരിച്ചു. എന്ന് വെച്ചാൽ ഇത് കുമാർ ടാക്കീസിൻ്റെ മുമ്പിൽ വന്ന് കുമാർ ടാക്കീസിൻ്റെ അവിടെ റെയിൽവേ ഓവർപാസ് ഉണ്ട്, അതിൻ്റെ മുകളിൽ കൂടെ പോകണം. ഒരു സാധാരണ ഇത് എല്ലാവർക്കും ഇതൊക്കെ പറ്റുമെന്ന് അങ്ങനെ കോടതി അനുവദിച്ചു. അല്ല, ഇത് കേള്. ഇത് ഞാൻ പോയി ഡൽഹിയിൽ പോയി ഇവരെല്ലാം കണ്ട് അവസാനം റെയിൽവേ ബോർഡ് റെയിൽവേ വന്ന് അവർ ഇത് സാങ്ഷനാക്കി. അന്ന് സൂരജ് സെക്രട്ടറി, VK ഇബ്രാഹിം കുഞ്ഞ് വന്ന് മിനിസ്റ്ററും. അങ്ങനെ ആ പുള്ളിയെ പോയി കണ്ടപ്പോൾ അവർ നോക്കുന്ന ഒരു സാധാരണക്കാരൻ മുണ്ട് കൊടുത്തില്ല, പ്ലാൻ വരച്ചോണ്ട് വന്നിരിക്കുന്നു. അപ്പോൾ അപ്പോൾ DPR 65 ലക്ഷം സാങ്ഷൻ ചെയ്തു. അപ്പോഴീ കൊല്ലത്തെ മുനിസിപ്പൽ കോർപ്പറേഷൻ ചെയ്ത വേല അറിയാമോ? നിങ്ങൾ ചിന്നക്കടയിൽ കൂടെ വന്നിട്ടുണ്ട് ഈ അടുത്ത സമയത്ത്. ഒരു മുറിമുണ്ടൻ പാലം ഉണ്ടാക്കി എൻ്റെ എതിർത്തം കളഞ്ഞ്. ഇനി MK സലീം ഫ്ലൈ ഓവർ എന്നെങ്ങാനും ഞാൻ ചോദിച്ച്
എൻ്റെ പേരൊന്നും ഇടണ്ട. ഇന്ന് വരെ ഞാൻ ഇത്രയും കേസ് പറഞ്ഞ ആരും എൻ്റെ പേര് പറഞ്ഞിട്ടില്ല. ഡോണ്ട് പുട്ട് മൈ നെയിം. പക്ഷേ യു ഡൂ ദിസ് എന്ന് പറഞ്ഞിട്ട് ഒരു മുറിമുണ്ടൻ പാലം ഉണ്ടാക്കി ഇത് ക്യാൻസൽ ചെയ്തിട്ട് ADB ലോൺ എടുത്തിട്ട് ഈ ഉള്ള ഇതും കൂടെ പൊളിച്ചേച്ച് അതിങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് ഗ്രാൻഡ് തിയേറ്ററിൻ്റെ ബിൽഡിങ്ങിൽ കൊണ്ടുവന്ന് നിർത്തിയിട്ട് പിന്നെ അവിടെ വരുന്നവരെല്ലാം അങ്ങ് ഹൈസ്കൂളിൽ അല്ല കോൺവെൻറ്റിൽ ചെന്ന് തിരിഞ്ഞ് വരുന്ന ഒരു ആറാപ്പാക്കി കളഞ്ഞു. എന്നിട്ട് കൊല്ലത്തുള്ള എല്ലാവരും അന്ന് ഹർത്താൽ വെച്ചു, ഈ കച്ചവടക്കാരെല്ലാം. അപ്പം ഇതിനിറങ്ങി ഇത് കിട്ടുന്നതിന് മുമ്പ് ഞാൻ ചെന്ന് പറഞ്ഞു അവരത്തൊക്കെ, ഐ നോ ദം വെൽ പറഞ്ഞു. അപ്പോൾ അവരെല്ലാം പറഞ്ഞു സലീമ ഇത് ഡെവലപ്മെൻറ്റ്. ഞാൻ പറഞ്ഞു മൂക്കി ഇവിടെ തുളയിട്ട് വരുമെന്ന് പറഞ്ഞു ഡെവലപ്മെൻറ്റ്. അന്നേരം അവസാനം ഹർത്താൽ എന്നെ വിളിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ വരത്തില്ല, അന്ന് വന്ന് പറഞ്ഞല്ലോ നിങ്ങളുടെ ഇത്, ഇന്ന് നിങ്ങൾ കേട്ടോ ഇല്ല. അതാണ് എൻ്റെ ഒരു ഇത്. അതിന്റെ അവസ്ഥ അല്ല, അതിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ അവസാനം ഗ്രാൻഡുകാരെ അതിനകത്ത് ഇടപെട്ട് ജലാലുദ്ദീൻ മുസ്ലിയാരൊക്കെ രംഗത്തേക്ക് വന്ന് എൻ്റെ അടുത്ത് പറഞ്ഞ് ഞാൻ വേവ് യു പീപ്പിൾ നിങ്ങളെ മുമ്പിൽ കൂടെ ഇല്ല ഇത് വന്നത്. അവസാനം അവരുടെ പകുതി ഓടയും കൂടെ പൊട്ടിച്ചെടുത്താൽ ഒരു ബസ്സിന് പോകാനുള്ള ഇടം അവിടെ ഉണ്ടാക്കിയത്. NH-66 കേസും ചെയ്ത് കൊടുത്തിരുന്നു. അന്നിട്ട് തീരുമാനമായി. NH-66 കേസ് പോയതെന്ന് വെച്ചാൽ ഗഡ്കരിയെ ഞാൻ നേരിട്ട് പോയി കണ്ട് അദ്ദേഹത്തിന് എന്നെ ഇഷ്ടപ്പെട്ട് ഞാൻ പറഞ്ഞിങ്ങനെ ഞാൻ കേസ് കൊടുത്തിട്ടുണ്ട്. ഇത് ഈ നമ്മൾ ഈ ഡീപ് സീ ലൂട്ട് കേസും പുള്ളിയെടുത്താണ് കൊടുത്തത്. കേസ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഹി ഹെൽപ്പ് മീ എ ലോട്ട്, സച്ച് എ നൈസ് ജെന്റിൽമാൻ. അപ്പോൾ ഇത് അവരെല്ലാം ഇറങ്ങി, അവർ വന്നപ്പോൾ ലേറ്റായി. അപ്പം വേവ് യു പീപ്പിൾ എന്ന് ചീഫ് ചോദിച്ചു. തീർന്നപ്പോഴാണ് വന്നത്. അല്ല, എന്നിട്ട് ആ കേസ് എന്തായി? തീരുമാനമായില്ല. അല്ല, അത് അപ്പോഴത്തേക്ക് ഇവര് പകുതി പണി തുടങ്ങി. പക്ഷെ ക്ലോസ് ചെയ്തിട്ടില്ല. അപ്പൊ ഇനി നമ്മൾ പ്രധാനമായി കൈകാര്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ടിന്റെ പശ്ചാത്തലം. ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട് ഉണ്ട്. അത് പറയാം. അതായത് ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം അങ്ങനെ തന്നെയാണ്. അതായത് നമ്മുടെ നാട്ടിൽ ഏറ്റവും അധികം കൊലപാതകം നടക്കുന്നത് സ്വകാര്യ ആശുപത്രികളിലാണ്. എനിക്ക് എല്ലാ ദിവസവും ഏതെങ്കിലും ഒരു ആശുപത്രിയായിട്ട് ബന്ധപ്പെട്ട് പരാതി കിട്ടാറുണ്ട്. യഥാർത്ഥത്തിൽ വാർത്ത വരുന്ന മുഴുവൻ സർക്കാർ ആശുപത്രിയിലെ സാധനമാണ്. സർക്കാർ ആശുപത്രിയിലാണ് കുറവ് ഇത്തരം മരണങ്ങൾ നടക്കുന്നത്. പക്ഷേ മെഡിക്കൽ കോളേജ് ജനറൽ ആശുപത്രിയിൽ എന്തെങ്കിലും സംഭവിച്ച വാർത്തയാണ്, സ്വകാര്യ ആശുപത്രിയിൽ വരത്തില്ല. എറണാകുളത്തെ ഒരു പ്രമുഖ ആശുപത്രിക്കെതിരെ ദിവസവും പരാതി വരും. ദിവസവും അത് ഒരു പരാതിയാണ് നമ്മൾ വേണ്ടില്ല. പല ആശുപത്രിക്കെതിരെ പരാതി വരും. എറണാകുളത്ത് ഒരു ആശുപത്രിക്കെതിരെ, ഞാൻ പേര് പറയാത്തത്, ആശുപത്രിയായിട്ട് എനിക്ക് കേസുണ്ട്. ആശുപത്രിയും എനിക്കൊരു ഇഞ്ചക്ഷൻ ഓർഡർ മേടിച്ചിട്ടുണ്ട്. അപ്പം അവിശ്വസനീയമാണ്. ഏറ്റവും കൂടുതൽ ഫീസ് വാങ്ങുന്ന വെൽ എസ്റ്റാബ്ലിഷ് ആശുപത്രിയാണ്. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, നിരവധി കേസുകൾ. അപ്പം ഇതിനുള്ളൊരു പരിഹാരം ഇത് നമ്മുടെ നാട്ടിൽ മാത്രമേ ഉള്ളൂ. ഇപ്പം ബ്രിട്ടനിലാണെങ്കിലും അമേരിക്കയിലാണെങ്കിലും, അമേരിക്ക സ്വകാര്യ മേഖലയിലാണ്, അതുകൊണ്ട് ഇൻഷുറൻസ് ആണ്, ആർക്കും പരാതി കൊടുക്കുക. ഈവൻ മിസ്റ്റേക്ക് ഉണ്ടായില്ലേ പോലും മിസ്റ്റേക്ക് പറഞ്ഞാൽ അവിടെ കേസും നഷ്ടപരിഹാരമുണ്ട്. ബ്രിട്ടനിൽ സർക്കാർ ആശുപത്രികളാണ് മുഴുവൻ. എന്നാൽ പോലും ചികിത്സയിൽ പിഴവ് പറ്റിയാൽ അതിൻ്റെ കോഡ് ഓഫ് എത്തിക്സും അതിൻ്റെ സംവിധാനമുണ്ട്, പരിശോധിക്കും വലിയ തോതിൽ. അതായത് ബ്രിട്ടനിലെ NH ആശുപത്രി, നാഷണൽ ഹെൽത്ത് എന്ന് പറഞ്ഞ NHS ആശുപത്രി കോടിക്കണക്കിന് പൗണ്ടാണ് വർഷവും നഷ്ടപരിഹാരം കൊടുക്കുന്നത്. സൗജന്യ ചികിത്സ എന്ന് ഓർക്കണം. എന്നിട്ടും അവർക്ക് ജീവിക്കാനുള്ള അവകാശം നിഷേധിക്കുമെന്ന് കൊടുക്കണം. പക്ഷെ നമ്മുടെ നാട്ടിൽ ഏത് സ്വകാര്യ ആശുപത്രിക്കും ആരെ വേണമെങ്കിലും കൊല്ലാം. ഞാൻ കുറെ കിംസ് ആശുപത്രി മുതൽ കോട്ടയത്തിൻ്റെ ആശുപത്രി ഉണ്ട്, ഒരു ജോൺസൺ എന്ന് പറയുന്നൊരു ഡോക്ടറുടെ അച്ഛൻ്റെ പേര് ഞാൻ മറന്നുപോയി. ആ ആശുപത്രിയിലൊക്കെ നടന്ന കൊലപാതകം എന്ന് വേണം പറയാവുന്ന ഒരു അഭിഭാഷകൻ TN രാജേഷ് എന്ന് പറഞ്ഞൊരു മനുഷ്യന്റെ ഒരു അഭിഭാഷകൻ, കോട്ടയത്തെ പ്രമുഖനായ സിവിൽ വക്കീലാണ്. ഈ TN രാജേഷിന്റെ ഭാര്യ മരിച്ചുപോയി ആശുപത്രിയുടെ വീഴ്ച കൊണ്ട്. പലതവണ കോടതിയിൽ പോയിട്ടാണ് കേസെടുക്കുക. കാരണം കേസെടുക്കത്തില്ല. നമ്മുടെ കേരള പോലീസിന്റെ കുഴപ്പം അതാണ്. കിംസിനെതിരെയൊക്കെ ഒരുപാട് പരാതിയുണ്ട്. മറ്റേ കടക്കലെ ഒരു സമീറിന്റെ കേസ്. സമീർ പൂർണ്ണ ആരോഗ്യവാനാ. മെഡിക്കൽ പരിശോധനയിൽ മൂത്രത്തിൽ കല്ല് കണ്ടു. അപ്പോൾ അയാൾ കപ്പലിൽ വർക്ക് ചെയ്തത് കാരണം ഇതൊന്ന് മാറ്റാൻ പോയതാ. പിന്നെ വരുന്ന ശവമാണ്. മുഴുവൻ വീഴ്ചകളാണ്. പക്ഷെ നമ്മുടെ നാട്ടിൽ ഇവർക്കെതിരെ നടപടിയെടുക്കാൻ നിയമിച്ച ആ പശ്ചാത്തലത്തിൽ ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട് വളരെ നല്ലതാണെന്ന് പറഞ്ഞു. അതിന്റെ പിന്നിൽ അതിനുവേണ്ടി എന്ത് ചെയ്തു എന്ന് അറിയാൻ ആഗ്രഹമുണ്ട്. അതെങ്ങനെയാണ്? അല്ല, ഇപ്പം ഈ 12-13 കേസിൽ ഞാൻ കൊടുത്ത ഒരു കേസ് ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട് കേരളത്തിൽ നടപ്പിലാക്കുന്ന ഉടൻ തന്നെ ഇത് കേരളത്തിലെ ആശുപത്രികൾ. അല്ല, ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട് നിലവിലുള്ളതാണോ? 2010 പാർലമെന്റ് പാസ്സാക്കിയ ഒരു നിയമമാണ്. ആൻഡ് ഇറ്റ് ഈസ് ആ നിയമത്തിൽ തന്നെ മാൻഡേറ്ററി ആക്കി. ഇതൊക്കെ എല്ലാവരും എടുത്തിച്ച് വായിക്കണം. ഇത് ഗൂഗിളിൽ കിട്ടും, മലയാളത്തിലും കിട്ടും. ഇറ്റ് വാസ് മെയ്ഡ് മാൻഡേറ്ററി ഫോർ എവറി സ്റ്റേറ്റ്. എല്ലാ സ്റ്റേറ്റും ഇത് നിയമമാക്കി, നിങ്ങൾ നിയമസഭ വെച്ച് പാസ്സാക്കി ഇത് ഇംപ്ലിമെന്റ് ചെയ്യണമെന്ന് അത് നിയമത്തിൽ തന്നെ പറയുന്നത്. ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട് എന്ന് ഇപ്പം നിങ്ങൾ പറഞ്ഞ കണക്ക്
മരിച്ചാലും 3 ദിവസം വെന്റിലേറ്ററിൽ ഇട്ടേക്കും. മരിച്ചു കഴിഞ്ഞ് കൊണ്ടുപോയി പോയിട്ട് 2 ദിവസം കഴിഞ്ഞ് വന്നാലും 10,000, 20,000, 30,000, 50,000 അതന്നെ ലക്ഷക്കണക്കിന് രൂപയുടെ ബില്ല്. ഒരു അക്ഷരം മിണ്ടാൻ പറ്റത്തില്ല. യു ഹാവ് ടു പേ ദ മണി ആൻഡ് ഗോ ഓഫ്. ഈ ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട് എന്ന് പറയുന്നത് ഈ 3.5 കോടി ജനങ്ങൾ, കേരളത്തിലെ 3.5 കോടി ജനങ്ങൾക്കും ഒരു കവറാണ്, ഒരു ഷീൽഡ്. നമ്മൾ യുദ്ധമുഖത്തേക്ക് പോകും ഷീൽഡ് പിടിക്കുന്ന പോലെ ഒരു ഷീൽഡാണ്. എന്തിനാ? നമ്മളെ ചൂഷണം ചെയ്യാതിരിക്കാൻ എന്ന് വെച്ചാൽ നമ്മുടെ ഒരു ആശുപത്രിയിൽ ഇപ്പോൾ അങ്ങോട്ട് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്താ കാണുന്നത്? കുറേ ഡോക്ടേഴ്സിൻ്റെ പേര് കാണും. ഇന്ന ഡിപ്പാർട്ട്മെൻറ്റ്, ഇത്രയും ഡിപ്പാർട്ട്മെൻറ്റ് ഡോക്ടേഴ്സ് ഞങ്ങൾക്കുണ്ടെന്ന് പറഞ്ഞാൽ അവർ FRCS, അവരുടെ ഡിഗ്രിയും വേറെ വല്ലതും കാണും. ഈ നിയമം നടപ്പിലാക്കി കഴിഞ്ഞാൽ, നടപ്പിലാക്കേണ്ട സമയം കഴിഞ്ഞ് നടപ്പിലാക്കി കഴിഞ്ഞാൽ, നമ്മൾ ഒരു ആശുപത്രി കയറി ചെന്ന് കഴിഞ്ഞാൽ, ഞാനിപ്പോൾ എനിക്ക് എർണിയയുടെ ഒരു പ്രശ്നം വരുന്നത്, അല്ലെങ്കിൽ എനിക്ക് വേറെ എന്തെങ്കിലും കൈ ഒടിഞ്ഞ് കാലൊടിഞ്ഞ് നമ്മൾ ചെല്ലുന്നുണ്ട്, ആ ഓരോ ഓപ്പറേഷനുള്ള തുക വെളിയിൽ എഴുതി വെച്ചേക്കണം. ഓക്കെ. അത് കൂടാതെ നമ്മൾ ഒരു നമ്മളിപ്പം എന്താ മെഡിക്കൽ കോളേജിലോട്ട് ചെന്ന് നോക്കും, ഒരു ഡോക്ടർ എഴുതി തരുന്നു, ഒരു MRI എടുത്തുണ്ടോ ഈ കൈയുടെ അല്ലെങ്കിൽ കാലിൻ്റെ, നമ്മൾ ചെല്ലും 3 കയറും, 3 റേറ്റാണ്. അങ്ങനെ പറഞ്ഞത് ഇത് ഏകീകരണം, എല്ലായിടത്തും ഏകീകരണം. നമുക്ക് നമ്മളെ മൊബൈലിൽ കയറി നോക്കിയാൽ നമുക്ക് ചൂസ് ചെയ്യാം. പിന്നെ രണ്ടാമത് നമുക്കിപ്പം എത്ര രൂപ ചാർജ് ചെയ്താൽ മിണ്ടാതെ നമ്മൾ പൈസ അടച്ചുകൊണ്ട് പോകണം. ഇതെന്ന് പറയുന്നത് യു ക്യാൻ കംപ്ലൈൻറ്റ് ഓൺലൈൻ. ഇത്ര മണിക്കൂറിനകം ആ ആശുപത്രി ചെക്ക് ചെയ്തിരിക്കണം. ചെക്ക് ചെയ്ത് ഓൺ ദ സ്പോട്ട് 5 ലക്ഷം രൂപ ഫൈൻ ചെയ്യണം. അത് ഒരു കോടതിക്കും അത് എടുക്കാൻ പറ്റത്തില്ല. പിന്നെ അതുകൂടാതെ നമുക്ക് തരുന്ന മരുന്ന് ഒരു നമ്മളെ കേസ് ഷീറ്റ് ചോദിച്ചാൽ ഏതെങ്കിലും ആശുപത്രി തരുമോ? ഡോക്ടർ തിരുത്താൻ വെച്ചിരിക്കുക, കേസ് ഷീറ്റ് തരത്തില്ല. ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ എൻ്റെ ഒരു മൂത്ത സിസ്റ്റർ കിടന്ന് കേസ് ഷീറ്റ് തരത്തില്ല. ഞാൻ പറഞ്ഞു ഞാൻ എടുപ്പിക്കും ഡോക്ടറെ എന്ന് പറഞ്ഞു. അവസാനം എന്നാൽ സാറേ ഒരു ലെറ്റർ ഒരു തുണ്ടെഴുതി കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. അപ്പം നമ്മൾ അനങ്ങാതിരിക്കും. അപ്പം ഇത് എങ്ങനെ ഇത് ഞാൻ 2015 ഇത് അറിയുന്നത്. ഇന്നമാതിരി ഒരു നിയമം വന്നിരിക്കുന്നു ഇന്ത്യയിൽ, ഇന്ന സ്റ്റേറ്റുകളൊക്കെ ഇത് നടപ്പിലാക്കി, കേരളം നടപ്പിലാക്കുന്നില്ല എന്നും പറഞ്ഞ് ഞാൻ ഇതേ കണക്ക് പെട്ടിയും തൂക്കി. വേറെ എന്തൊക്കെയാ ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ടിൽ വേറെ എന്തൊക്കെ ആനുകൂല്യങ്ങളുള്ളത്? നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ, നമ്മൾ ആശുപത്രി ചെന്ന് കഴിഞ്ഞപ്പോൾ വലിയ ഹോട്ടലിൽ അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞു ഷോപ്പിംഗ് സെന്ററിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മളെ കൂടെ ഒരാൾ വന്ന് നിന്നുകൊണ്ട് സാർ എന്ന് പറഞ്ഞ് നിൽക്കും. യു വിൽ ഹാവ് ടു ബി എക്സ്പ്ലെയിൻ. ഷാജി ചെന്ന് കഴിഞ്ഞാൽ, ഷാജിൻ്റെ വൈഫ് ആരുമായിട്ട് ചെന്ന് കഴിഞ്ഞാൽ, ഇതാണ് നിങ്ങളുടെ അസുഖം, ഇതിന് ഇത്ര രൂപ ആവും, ഇന്ന മരുന്നുകളാണ് വേണ്ടത്, ഇത് ഇത്ര ദിവസം കിടക്കണം, എല്ലാ ഫുൾ ഫാക്ട്സ്. കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ എങ്ങനെ ഡീൽ ചെയ്യാൻ? കംപ്ലൈന്റ് സെൽ ഇപ്പം തന്നെ ഈ നിയമം കേരളം പാസ്സാക്കി 2015 ഞാൻ ഇതെല്ലാം ഹൈക്കോടതി പോയി. അല്ല, അതിലേക്ക് വരാം. കംപ്ലൈന്റ് ചെയ്യാനായിട്ട് ഓപ്ഷൻ ഉണ്ടോ? ഓഫ് കോഴ്സ്, ഓൺ ദ സ്പോട്ട് ആണ്. ഓൺ ദ സ്പോട്ട് FIR ഇടണം പോലീസ്. പിന്നെ FIR ഇടുന്നത് മാത്രമല്ല, ഈ ഡിസ്ട്രിക്ട് കളക്ടർ മസ്റ്റ് കം ടു ദ ഹോസ്പിറ്റൽ. ഒരാളെ കൊല്ലിപ്പം ഇൻക്വസ്റ്റ് തയ്യാറാക്കാൻ വരുന്ന പോലെ ഈ മസ്റ്റ് കം ടു ദ ഹോസ്പിറ്റൽ, ബിക്കോസ് ഡിസ്ട്രിക്ട് കളക്ടർ ഇസ് എ ചെയർമാൻ ഓഫ് ദ കമ്മിറ്റി. ഈ ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ടിന്റെ ഡിസ്ട്രിക്ട് കമ്മിറ്റിയുടെ ചെയർമാൻ കളക്ടർ. ഇത് പാർലമെന്റ് പാസ്സാക്കിയ ബില്ല് ഒരിടത്തും നടപ്പിലാക്കിയിട്ടില്ല. ഇത്രയിടത്ത് നടപ്പിലാക്കി. ആണോ? പിന്നെ ഇതെല്ലാം ഗൂഗിളിലുണ്ട്. ഏതെല്ലാം സ്റ്റേറ്റ് കേരളത്തിൽ നടപ്പിലാക്കിയില്ല. കേരളത്തിൽ നടപ്പിലാക്കാൻ ഞാൻ പോയത്. എന്ന് പോയി? ഞാൻ പോയത് 2015. 2015 തന്നെ ചീഫ് ജസ്റ്റിസ് എക്സ്പീഡിഷണലി ഇറ്റ് ഹാസ് ടു ബി ഇംപ്ലിമെന്റഡ് ഡയറക്ഷൻ കൊടുത്തു. ആർക്ക്? ആരോഗ്യ വകുപ്പ് മന്ത്രിക്ക്, സർക്കാരിന് കൊടുത്ത് വന്ന് ശിവകുമാർ ആരോഗ്യ വകുപ്പ് മന്ത്രി. ഉമ്മൻചാണ്ടി എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണ്, പക്ഷേ ഐ ഹാവ് ടു ബ്ലെയിം ഹിം ഫോർ ഓൾ മൈ കേസസ്. ഇത് പുള്ളി നടപ്പിലാക്കിയില്ല, പുള്ളി ഒന്നും ചെയ്തില്ല. ഇതെന്ന് പറയുന്നൊരു നെക്സസാണ്. ഞാനൊരു പ്രസ് മീറ്റ് നടത്തിയപ്പോൾ ഹിന്ദു വരെ എഴുതി, ദിസ് ഈസ് എ നെക്സസ് ബിറ്റ്വീൻ ഫോർ നോൺ ഇംപ്ലിമെന്റേഷൻ, ഇറ്റ് ഈസ് എ നെക്സസ് ബിറ്റ്വീൻ ദിസ് പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് ആൻഡ് ദ ഗവൺമെന്റ്. എന്നിട്ട് നടപ്പിലാക്കിയില്ല നടപ്പിലാക്കിയില്ലെന്ന് മാത്രമല്ല, അദ്ദേഹം ഒരു ചുവടെടുത്ത് വെച്ചില്ല. അങ്ങനെ ഞാൻ എന്തായത് വീണ്ടും അപ്പോഴത്തേക്ക് 2014 പിണറായി സർക്കാർ വന്നപ്പോൾ ഞാൻ വീണ്ടും കോളേജിൽ ചെന്നപ്പോഴത്തേക്ക് രജിസ്ട്രാറെ കൊണ്ട് നോട്ടീസ് അയച്ചിട്ട് പറഞ്ഞു, ശൈലജ ടീച്ചറിനെ നേരിട്ട് ഇതേപോലെ കണ്ടിട്ട് പറഞ്ഞു. അപ്പോൾ അവർക്ക് പുള്ളിക്കാരിക്ക് അറിയത്തില്ല എന്തോ ഈ എക്സ്റ്റാബ്ലിഷ്മെന്റ് ക്ലിനിക്ക്. അങ്ങനെ സെക്രട്ടറി വന്നിട്ട് പറഞ്ഞു ഇത് അങ്ങനെയല്ല എന്നും പറഞ്ഞിട്ട് പുള്ളിക്കാരി പറഞ്ഞു. അങ്ങനെ ഞാൻ ഇത് കോടതിയും കൂടെ ഇത് ചൂടായപ്പോഴത്തേക്ക് നിക്കക്കള്ളിയില്ലാതെയാണ് അന്ന് ഇത് ബില്ലാക്കുന്നത്. കേരളത്തിൽ ബില്ലാക്കി നിയമസഭയിൽ വെച്ച് നിയമം പാസ്സാക്കി എല്ലാ ഡിസ്ട്രിക്റ്റിലും 14 ഡിസ്ട്രിക്റ്റിലും ഈ ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആയിട്ട് ആ ഡിസ്ട്രിക്റ്റിലെ എല്ലാ ആശുപത്രിയും നടപ്പിലാക്കാൻ വേണ്ടി കമ്മിറ്റി ഗവൺമെന്റ് നിയോഗിച്ച് ഡിസ്ട്രിക്ട് കളക്ടർ ചെയർമാൻ, DM വൈസ് ചെയർമാൻ, അങ്ങനെ ഒരു സോളിഡ് കമ്മിറ്റി, സെൻട്രൽ കമ്മിറ്റി ഇതാ ഇവിടെ ട്രിവാൻഡ്രത്തുണ്ട്. അവരെ എല്ലാ ആളുകളും ശമ്പളം വാങ്ങിച്ചുകൊണ്ടിരിക്കുക 2016. പക്ഷേ വർക്ക് ചെയ്യുന്നില്ല. ഏതെങ്കിലും ഒരു ആശുപത്രി കയറിയ ക്ലിനിക്കൽ സ്റ്റാഫ് ഇത് ബോർഡ് പ്രദർശിപ്പിക്കണം വെളിയിൽ.
This hospital is being run under clinical establishment. അല്ല, അപ്പൊ ഞാൻ ചോദിക്കേണ്ടത്, നമുക്ക് ആളുകൾക്ക് വേണേ പരാതി കൊടുക്കാം. അല്ല, അതിന് ശേഷം ഇവർ ചെയ്ത വേല എന്താ ചെയ്ത്, നേരത്തെ പറഞ്ഞ കഴുത്തറപ്പ് ആശുപത്രിക്കാർ ചെയ്യുന്നത്. ദേ വെന്റ് ടു ദ കോർട്ട്. കോടതി ചെന്നിട്ട് പറഞ്ഞു ഇത് ഞങ്ങൾക്ക് പ്രശ്നമാണ്, അതാണ് ഇതാണെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് സ്റ്റേ അല്ല, ഒരു പാർഷ്യൽ സ്റ്റേ. അങ്ങനെ നെക്കിക്കൊല്ലാത്ത രീതിയിൽ ചെയ്യണം, സ്റ്റേ ചെയ്യാൻ പറ്റും. ബിക്കോസ് ഇത് ഇതൊരു നിയമമല്ലേ, കേന്ദ്ര സർക്കാർ പാസ്സാക്കിയ നിയമമല്ലേ. അപ്പം ചെന്നിട്ട് പറഞ്ഞിട്ട് ഈ സർക്കാർ 8 വർഷമായിട്ടും ഓരോ പ്രാവശ്യം സർജൻ്റെ കേസ് വിളിക്കുന്ന പോലെ വിളിക്കപ്പെടുത്തേക്ക് വലിയ സീനിയർ വക്കീലന്മാരെ ഈ പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് കൊണ്ടുവന്നിട്ട് അവരെ ഹാജരാക്കിയിട്ട് എന്താ പറയുന്ന നീട്ടി ചോദിക്കുക. എന്നിട്ട് ഒരു അക്ഷരം നമ്മളെ അറ്റോർണി ഈസ് അപ്പിയറിംഗ് ഫോർ സ്റ്റേറ്റ് ഗവൺമെൻറ്. അറ്റോർണിക്ക് പറഞ്ഞ ഇതിങ്ങനെ നീട്ടിക്കൊണ്ടുപോകാൻ പറ്റത്തില്ല, ബിക്കോസ് ഇറ്റ് ഈസ് ബിക്കം എ ലോ ഓഫ് ദ ലാൻഡ്. സോ ഇതിന് ഒരു തീർപ്പ് കൽപ്പിക്കണമെന്ന് പറയുമ്പോഴത്തേക്ക് കേസ് പിന്നെ കോടതിക്ക് വെച്ചോണ്ടിരിക്കാൻ പറ്റത്തില്ല. ദേ ആർ നോട്ട് ഡൂയിങ് എനിത്തിങ്. എന്തെന്ന് വെച്ചാൽ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപയാണ് ഇവർക്ക് സർക്കാരിന് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ ഇപ്പോഴത്തെ അവസ്ഥ സ്റ്റേയിലാണോ? സ്റ്റേ അല്ല, ഒരു പാർഷ്യൽ സ്റ്റേ എന്ന് വെച്ചാൽ ഇതിൽ കുറച്ച് ക്ലാരിഫിക്കേഷൻ ആണോന്ന് പറഞ്ഞുകൊണ്ട് അവർ കൊടുത്തു. എന്നിട്ട് ഇവർ അനങ്ങുന്നില്ല. ഇവരിങ്ങനെ ഓരോ വിളിക്കുമ്പോഴത്തേക്ക് ചെന്നിട്ട് ഇത് നാളെയായിട്ട് മറ്റന്നാളായിട്ട് അഡ്ജോൺമെൻറ്റ് ചോദിച്ച് കൊണ്ടുപോകുന്നു. അതിൻ്റെ ഗുണം കിട്ടുന്നത് ഇതും എഫക്റ്റ് വരുന്നത് സാധാരണ ജനങ്ങൾക്കും. ഇത് ജനങ്ങൾ ഇറങ്ങിത്തിരിക്കണം റോഡിൽ. അല്ല, അപ്പം അങ്ങ് അവസാനിപ്പിച്ചോ പോരാട്ടം? ഇല്ല, ഞങ്ങൾ പോരാട്ടം കൊല്ലത്ത് തുടങ്ങാൻ പോയാൽ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി ഒറ്റയ്ക്ക് പോയാൽ ഫൈറ്റ് ചെയ്യത്തില്ല. ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി വിളിച്ചാൽ എല്ലാ ആശുപത്രിയുടെ മുമ്പിലും ഞങ്ങൾക്കറിയണ്ട, ഇറ്റ് ഈസ് ബിക്കം എ ലോ. അത് നിയമം, അതിൻ്റെ ഗുണഭോക്താക്കളാണ് നിങ്ങൾ കേസ് പറയുന്നത്. നിങ്ങൾ പോയി കേസ് പറഞ്ഞോ, നിങ്ങൾ കേസ് തീർക്കാതിരിക്കുകയും ചെയ്യും. ഇത് ഞങ്ങളുടെ ഗുണമെന്ന് പറഞ്ഞാൽ സാധാരണക്കാരെ കൊണ്ട് എല്ലാ ആശുപത്രിയുടെ മുമ്പിലും കൊണ്ടുപോയി ഇരുത്തിയിട്ട് ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ആക്കി. അപ്പം ജനങ്ങൾ അറിയല്ലോ, ഇത് പാവപ്പെട്ട ആട്ടോക്കാരന് അറിയത്തില്ല, മീൻകാർക്ക് അറിയത്തില്ല. ഇത്രയും വലിയൊരു നിയമം വന്നിരിക്കുന്നു, അവർക്ക് അതിൻ്റെ ഗുണഭോക്താവാൻ പറ്റുന്നില്ല. അവർ കരഞ്ഞ് നിലവിളിച്ച് പണയം വെച്ച് വിറ്റൊക്കെയാണ് കൊണ്ടുപോയി ബില്ലടയ്ക്കുന്നത്. ഇന്നും എന്തെങ്കിലും ഒരു ക്ലാരിഫിക്കേഷൻ വന്നിട്ട് എന്തെങ്കിലും ഒരു കാര്യം ഇന്ന് വരെ ഈ ശൈലജ ടീച്ചർ അല്ലല്ലോ, പുതിയ മന്ത്രിയാണല്ലോ, ആ മന്ത്രി വന്ന് പറയുന്നത് ഇതിനെപ്പറ്റി. ഇതൊക്കെ വേണ്ടി പറയാം ജനങ്ങളോട്. കരുതൽ എന്ന് പറഞ്ഞാൽ ഇതാണ് കരുതൽ. നമ്മളിനിപ്പോൾ പ്രധാനപ്പെട്ട കേസുകളിലൂടെ കടന്നുപോയി. ഖാദർ കമ്മിറ്റിയുമായിട്ട് അങ്ങേക്ക് എന്താ കണക്ഷൻ? ഖാദർ കമ്മിറ്റിയെ കുറിച്ച് അങ്ങ് എന്തൊക്കെ പറയാം? ഖാദർ കമ്മിറ്റി റിപ്പോർട്ട് എന്ന് പറയാൻ ബന്ധപ്പെട്ട് ഖാദർ കമ്മീഷൻ വന്ന് അദ്ദേഹത്തിന് സ്പെഷ്യൽ ഇൻ്റർവ്യൂ ഒക്കെ ഏഷ്യാനെറ്റ് കാണിച്ച് എനിക്ക് സത്യത്തിൽ സന്തോഷം തോന്നി. എന്തെന്ന് വെച്ചാൽ ഖാദർ കമ്മിറ്റി റിപ്പോർട്ട് ഇസ് നത്തിങ്. അതിനു മുമ്പ് 14ാം യുവജന ക്ഷേമകാര്യ സമിതി റിപ്പോർട്ട് ഈ രാജേഷ് MLA, അന്നത്തെ കഴിഞ്ഞ പ്രാവശ്യത്തെ പിണറായി സർക്കാരിൻ്റെ MLA ചെയർമാനായിട്ടുള്ള കമ്മിറ്റി അവിടെ ടി വി രാജേഷ് അവിടെ സെക്രട്ടേറിയറ്റ് പൂഴ്ത്തി വെച്ചിട്ടുണ്ട്. നിയമസഭ വെച്ച് പാസ്സാക്കിയത് 14ാം യുവജന ക്ഷേമ കാര്യ സമിതി റിപ്പോർട്ട്. ഇതിൽ ഗൂഗിളിലുള്ള നിങ്ങൾക്ക് അടിച്ച് നോക്കാം. 14ാം യുവജന ക്ഷേമ കാര്യ സമിതി റിപ്പോർട്ട്. അത് വെച്ചിട്ടുണ്ട്. എന്താ പറയുന്നത്, കൊള്ളയാണ് നടക്കുന്നത് PSC, ഈ സ്വകാര്യ അല്ല ഈ എയ്ഡഡ് സ്കൂൾസിൽ. അപ്പോൾ അത് വിടണം എന്ന് വെച്ചാൽ നമ്മൾ താഴെ തട്ടിക്കിടക്കുന്നവരെ പിടിച്ചുയർത്താനാണല്ലേ ഭരണഘടന ഇത്ര റിസർവേഷൻ എല്ലാം കൊണ്ടുവന്നത്. അവർക്ക് 10% റിസർവേഷൻ കൊടുത്തു, ഇന്ന് വരെ കൊടുത്തിട്ടില്ല. അവർക്ക് ആ ഗേറ്റിൻ്റെ അകത്ത് കയറാൻ പറ്റത്തില്ല. ഈ ദളിതർക്ക് 10 അതിനകത്ത് കയറണമെങ്കിൽ ലക്ഷങ്ങൾ എണ്ണണം. ഉണ്ടോ ഈ ഊരിൽ കിടക്കുന്നവർക്ക്? എന്നിട്ട് പറയാ ഇവരെല്ലാം ഞങ്ങൾ കൈപിടിച്ച് ഉയർത്താനാണ് ഞങ്ങൾ. മാറ്റം വന്നിട്ടില്ലോ, ഖാദർ കമ്മിറ്റിയിലും വന്നിട്ടില്ല. ഖാദർ കമ്മിറ്റി വന്ന് ഇത് PSCക്ക് വിട്ടേ പറ്റത്തുള്ളൂ. പറ്റത്തില്ല എന്ന് അവർ പറഞ്ഞു. പറ്റത്തില്ല എന്ന് അങ്ങനെ പറയുന്നില്ല. ഇപ്പം ഇതിങ്ങനെ വന്നപ്പോഴത്തേക്ക് അത് നോക്കാൻ വേണ്ട, എല്ലാം കൂടെ നടപ്പിലാക്കാൻ പറ്റത്തില്ല. എന്തിനാണ് ഇവരിങ്ങനെ ഒഴിഞ്ഞു കഴിയുന്നത്? പറ്റത്തില്ലെന്ന് പറയണം, അല്ലെങ്കിൽ നടപ്പിലാക്കുമെന്ന് പറയണം. ഇത് ചുമ്മാ ലക്ഷക്കണക്കിന് എത്ര ലക്ഷം എണ്ണി കൊടുത്ത് ഈ ഖാദർ കമ്മിറ്റിക്കൊക്കെ കംസ് നിയർലി 50 lakhs. ആരുടെ പൈസ? വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ അങ്ങേക്ക് എന്താ പറയാനുള്ളത്? എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഇപ്പം എന്താ സ്മാർട്ട് സിറ്റിയോ എന്തോ ഒരു സിറ്റിയൊക്കെ ഉണ്ടാക്കാൻ പോകണമെന്ന് പറയും. TV നമ്മൾ കാണുന്നേ. ഈ സ്മാർട്ട് സിറ്റി നമ്മൾ കണ്ട് കവളപ്പാറ, പിന്നെ മറ്റെന്തും കുത്തുമല എല്ലാം നമ്മൾ കണ്ട്. അവിടെയൊക്കെ ചെന്ന് പോയി നിങ്ങൾ നോക്കണം. പെട്ടിമുടി, പുത്തുമല എല്ലാം ഇതേ കണക്ക് ദാരുണമായി ജീവിതം ഹോമിക്കപ്പെട്ടവരും ഇതിനെല്ലാം അനുഭവിച്ചവരും അവർ ജീവിക്കുന്നതാണ്. അവർ അതിന് മുമ്പും ഇവിടെ സുനാമി വന്നു. ഞാൻ ഈ കഴിഞ്ഞ മാസം സോ ഹാപ്പൻ ആ പരവൂരുള്ള സുനാമി ഒരു ഫ്ലാറ്റിൽ പോകേണ്ടി വന്ന് ഒരു കംപ്ലൈൻറ്റ് കേൾക്കാൻ പോയതാ. മനുഷ്യൻ കയറത്തില്ല അതിനകത്ത്. ഇതേ കണക്ക് ഡിസാസ്റ്റർ വന്നപ്പോഴത്തേക്ക്
മക്കളും എല്ലാം കടലിൽ ഒലിച്ചു പോകുന്നത് കണ്ടവരാവരും. അവർക്കും കൊടുത്ത ഫ്ലാറ്റ് ഇതേ കണക്ക് ടൗൺഷിപ്പ് പോലെ. അവിടെ മനുഷ്യൻ കയറത്തില്ല, ടോയ്ലറ്റ് ഇല്ല, പൊട്ടി ഒലിക്കുക. നോ ബഡി ടു ഡു എനിത്തിങ്. ഒരാളെ വിളിക്കണമെങ്കിൽ 1000 രൂപ കൊടുക്കണം. അവിടെ താമസിക്കുന്ന പാവത്തുങ്ങളാണ്. അതേ കണക്ക് ഇവരെയും കൊണ്ട് ഇടാൻ പോയാ give them 40 lakhs or 15 lakhs and do it away. അവർ കൊണ്ടുപോയി അവർക്കൊരു പുതിയ ജീവൻ ഉണ്ടാക്കട്ടെ. അവർ അവിടെ താമസിക്കില്ലെങ്കിൽ they want they can go. അപ്പോൾ അവർക്ക് 10-15 ലക്ഷം രൂപയ്ക്ക് ഒരു വീട് വയ്ക്കാൻ പറ്റും. അത് ബാക്കി പൈസ അവർക്ക് they can start their own life. അവർ കട പോയാൽ കട തുടങ്ങാം. they will be happy. ഇവർ എന്തിന് വീണ്ടും ഇങ്ങനെ ആടും മാടിനെയും പോലെ ഇങ്ങനെയുള്ള സുനാമി ഫ്ലാറ്റുകളാണെങ്കിൽ ഫ്ലാറ്റ് ഉണ്ടാക്കി, അല്ലെങ്കിൽ ലൈഫ് മിഷനിൽ 4 ലക്ഷം കൊടുക്കും ചെയ്യുന്നെന്ന് പറയുന്നത്. ജീവിതം മണി. ഇപ്പം തന്നെ 100 കോടി 200 കോടി വന്നിരിക്കുന്നത്. പൈസ കാണും ഇവിടെ പഞ്ഞം. പോരാത്ത മോഡി എടുത്ത് ചോദിക്കണം. മോഡി വന്ന് കണ്ടേച്ച് പോയതല്ലേ, ഞങ്ങളിങ്ങനെ പ്ലാൻ വെച്ചിരിക്കുന്നത്, ഇത്ര രൂപ വെച്ച് ഞങ്ങൾ കൊടുക്കുകയാണ്, ഞങ്ങളുടെ കയ്യിൽ ഇത്രയും രൂപ ഉണ്ട്, കം ക്ലീൻ മിസ്റ്റർ പിണറായി വിജയൻ. ഇത് നമ്മളെപ്പോലുള്ള മനുഷ്യരില്ലേ, അവർ എല്ലാം നഷ്ടപ്പെട്ടില്ലേ. ഇതോ ഇന്നലെ തോണ്ടിയെടുത്തപ്പോൾ വെറും ഒരു പെണ്ണിൻ്റെ ഗർഭപാത്രം കിട്ടിയെന്ന് പറയുന്നത്. ആൻഡ് വി ആർ സ്റ്റിൽ ലീവിങ് ഹിയർ. നമ്മൾ AC കാറിൽ AC റൂമിൽ കിടന്ന് ഉറങ്ങുന്നു. ആൻഡ് ദോസ് പീപ്പിൾ ഇവർ കൊണ്ടുപോയി ടൗൺഷിപ്പ് എന്ന് പറഞ്ഞ് കൊണ്ടുപോയി ഇടാൻ പോയാൽ. എൻ്റെ ഒരു ഫ്രണ്ട് 2 ഏക്കർ കൊടുക്കാമെന്ന് പറഞ്ഞ പാലക്കാടിനടുത്ത് പൈസ കൊടുക്കുക. അവരെ കൊണ്ട് ഇഷ്ടമുള്ളവർ അവിടെ വന്ന് താമസിക്കട്ടെ. അവർക്ക് വല്ല കൃഷിയോ എന്തെങ്കിലും ചെയ്ത് അവർ ജീവിക്കും. അവർ പുതിയ ജീവൻ ഉണ്ടാക്കിയെടുക്കും. എല്ലാം നഷ്ടപ്പെട്ടവരില്ലേ. ഒരു കൊച്ചു മാത്രം, ഒരു അച്ഛൻ മാത്രം, 60-70 വയസ്സുള്ള. വാട്ട് വിൽ യു ഡു? അങ്ങനെ നിങ്ങൾ കൊണ്ട് ടൗൺഷിപ്പിനകത്ത് കൊണ്ടിടൂ. ടൗൺഷിപ്പിനകത്തിട്ട് 10 മലയിലെ ഒരു സ്ത്രീ വന്നുകൊണ്ട് നമ്മളെ കാണിക്കുന്നു ചോരുന്ന്. എത്ര വർഷമായി? ഒരാളുകളോ വേറെ ആരെങ്കിലും അതാണ് കേൾപ്പിക്കും. ദേ വിൽ വാക്ക് ദ മണി ആൻഡ് ഗോ. അവർ പൈസ അടിച്ചോണ്ട് പോകും. ഡോണ്ട് ഡു ദാറ്റ്. യു ഗീവ് ദം മണി. ഇല്ലേ, പൈസ ഇല്ലേ? ഇപ്പം തന്നെ 150 കോടി എന്നൊക്കെ ഇതിൽ എഴുതി കാണിക്കുന്നു. ഓരോരുത്തർ വീട് വെച്ച് കൊടുക്കാമെന്ന് പറയുന്നത്. ആദ്യം ബിൽഡ് ഹൗസ് ഫോർ ദം. മുസ്ലിം ലീഗ്, രാഹുൽ ഗാന്ധി, പിന്നെ കർണാടക മുഖ്യമന്ത്രി, ഓൾ ആർ വില്ലിംഗ് ടു ടേക്ക് മണി ഫ്രം ദം ആൻഡ് ഗിവ് ടു ദം. അവർക്ക് കൂടെ അവർ പോയി സന്തോഷമായിട്ട് ഇനിയുള്ള ജീവിതമെങ്കിലും അവർ സന്തോഷമായിട്ട് ജീവിക്കട്ടെ. അവർക്ക് നമ്മളെ കണക്ക് സന്തോഷം കിട്ടത്തില്ല. പൈസ വരുമ്പോഴത്തേക്ക് അറ്റ്ലീസ്റ്റ് സം കൺസോൾ, എന്തെങ്കിലും ഒരു ഗുണം അവർക്ക് കിട്ടും. അല്ല, നിങ്ങളുണ്ടാക്കി കൊടുക്കരുത്. കൊടുക്കുന്നത് അപകടമാണ്, ക്രൂരതയാണ്. ഇതുവരെയുള്ള ഞങ്ങളുടെ അനുഭവം പറയാം. ഒരു കാര്യം കൂടെ ചോദിച്ചാൽ നമ്മുടെ ഏകദേശം പൂർത്തിയാകും. വഖഫ് നിയമം അങ്ങ് അതിനെ എങ്ങനെയാണ് ഇപ്പൊ വഖഫ് നിയമ ഭേദഗതി എങ്ങനെയാണ്? അല്ല, വഖഫ് നിയമം എന്ന് പറയുന്നതേ, ഞാൻ പറയുമ്പോൾ അതിനകത്തൊരു വർഗീയത, ഞാനൊരു മേത്തൻ മുസ്ലിം ആയതുകൊണ്ട് അത് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന്. പക്ഷേ ഇതിനകത്ത് വർഗീയതയാണ് സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത്. എന്ന് വെച്ചാൽ ഐ ഹാവ് നോ ഹേറ്റ്രഡ് അഗൈൻസ്റ്റ് എനിബഡി, നെയ്തർ ടു ചീഫ് മിനിസ്റ്റർ നോർ ടു ദ പ്രൈം മിനിസ്റ്റർ. ഞാൻ കേന്ദ്രമന്ത്രിമാരെ പോയി കാണും. എന്നെ ഭയങ്കര ഇഷ്ടമാണ് അവർക്കെല്ലാം, ഗഡ്കരിയും പിന്നെ സുരേഷ് പ്രഭു എല്ലാവരും. അപ്പോൾ അതുകൊണ്ട് വാട്ട് ഐ ആം ടെല്ലിങ് ഈസ്, ഞാൻ ചോദിക്കട്ടെ, എത്രയോ ഒന്നും വിചാരിക്കരുതാരും, ബിക്കോസ് വിത്ത് ഒന്നും വെച്ചോണ്ട് മനസ്സിൽ വെച്ചോണ്ട് പറയല്ല. ഞാൻ ചോദിക്കട്ടെ, ഞാൻ ശ്രീ R രവിശങ്കറിൻ്റെ ഒരു പാർട്ട് ഓഫ് ലീഗ് ചെയ്ത ഒരു വ്യക്തിയാണ്. എനിക്ക് അതിനകത്തൊന്നും ഒരുപാട് ഗുണമുണ്ടായെന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ്. എന്നെ എങ്ങനെ മാറ്റി ആദ്യം ചോദിച്ചല്ലോ, ഒന്നും ഇതുമായിട്ടൊരു ബന്ധമില്ലാത്ത ഒരാൾ എങ്ങനെയാണ് ഇതിലോട്ട് പോകുന്നത്? മേ ബി ബിക്കോസ് ഓഫ് പാർട്ട് ഓഫ് ലീഗ്, ഐ ഡോണ്ട് നോ, ഐ തിങ്ക് സോ. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം കനകപുരം എന്ന് പറഞ്ഞ് ബാംഗ്ലൂർ സിറ്റിക്കകത്ത് തന്നെ പോയി കാണുന്ന ഏക്കർ കണക്കിന് ഭൂമിയാണ്. വൺ ഫെല്ലോസ് റൂളിങ് പോയി കാണണം. അത് കണക്ക് ഒരു വ്യക്തി എന്ന് വെച്ചാൽ ഞാൻ കണ്ടതുകൊണ്ട് ഞാൻ പറയാം. അപ്പം ഇത് എല്ലാവർക്കും ഉണ്ട്. ഇപ്പം ഞാൻ ചോദിക്കട്ടെ, എൻ്റെ സ്വത്ത് എന്താ ചെയ്യണമെന്ന് ഞാൻ തീരുമാനിക്കും. അതിനുള്ള അവകാശം എനിക്കുണ്ട്. ഞാൻ എൻ്റെ സ്വത്ത് വിചാരിക്കുക, എനിക്ക് മക്കൾ കൊടുത്തതിന് ശേഷം ബാക്കി സ്വത്ത് ഞാൻ വഖഫ് അത് ഓക്കെ. അതായത് എൻ്റെ ഒരു സ്റ്റാൻഡ് ഞാൻ പറയാം. വഖഫിന് നമ്മള് ഒരു മുസ്ലിം വിശ്വാസി അയാളുടെ സ്വത്ത് വഖഫിന് കൊടുത്താൽ അതിനകത്ത് സർക്കാർ ഇടപെടേണ്ട ഒരു കാര്യമില്ലെന്ന് തന്നെ ഞാനും വിശ്വസിക്കുന്നത്. പക്ഷേ പലപ്പോഴും പലയിടങ്ങളിലും വഖഫിന്റെ സ്വത്താണെന്ന് പറഞ്ഞ അവകാശവാദങ്ങൾ ഉണ്ടാകുന്നതുകൊണ്ടാണ് ഈ തർക്കം ഉണ്ടായത്. ഇപ്പം ചെറായില് ഒരു സ്ഥലം കണ്ടത് 1500 വർഷം മുമ്പ്, അതായത് ഇസ്ലാം ഉണ്ടാകുന്നതിന് മുമ്പുള്ള ഒരു ഗ്രാമമാണ് തമിഴ്നാട്ടില്. അത് വേണമെന്ന് പറയുന്നു. അല്ല, അത് ഷാജൻ പോയി കണ്ടോ ആ ഗ്രാമം? ഞാൻ കണ്ടില്ല. കാണാൻ നമ്മളെ പറയരുത്. Without authenticity, you should not. A man like you. എല്ലായിടത്തും a man like you should not tell, and I will not tell. എന്റെ കയ്യിൽ പക്ഷെ ഞാൻ പറഞ്ഞ മൈക്രോസോഫ്റ്റ് അല്ല ബാംഗ്ലൂരിലെ ITCയുടെ ഹോട്ടല്
അല്ലെങ്കിൽ ഹൈദരാബാദിലെ മൈക്രോസോഫ്റ്റ് അതെല്ലാം കേട്ട് കേൾവിയല്ലേ. ഡു യു ഹാവ് എനി റെക്കോർഡ് വിത്ത് യു? എല്ലാം കേസുകളുണ്ട്. ഓഫ് കോഴ്സ് എല്ലാം കേട്ട് കേൾവി. ഞാൻ ചോദിച്ചില്ല, എനിക്ക് വസ്തുണ്ട്, ഷാജിന് വസ്തുണ്ട്, ഇതെന്താ ഇത് ചുമ്മാതെ എനിക്ക് ആരെങ്കിലും കയറി ഷാജിന്റെ വസ്തുവിലും കയറി അധികാരമുണ്ട്. അവിടെയാണ് പ്രശ്നം. ബോർഡിനെ പബ്ലിക് സർവന്റ് ആയി കണക്കാക്കി അവർക്ക് ഷാജൻ ഈ ഒരു വസ്തു ഒരാൾക്ക് വക്കഫ് ചെയ്ത് കഴിഞ്ഞാൽ അത് ആ വില്ലേജ് ഓഫീസിൽ വരും. അതിന്റെ ഫുൾ മീറ്റർ വരും, അതിന്റെ ഫുൾ ഡയമെൻഷൻ വരും, പ്ലാൻ വരും, സ്കെച്ച് വരും, എല്ലാം വരും. ഐ കനോട്ട് ജസ്റ്റ് ചുമ്മാ ഗോ ആൻഡ് ക്ലെയിം ആ ചാർജിന്റെ ആ വസ്തു എന്റെയാണ് എന്ന് പറഞ്ഞുകൊണ്ട്. അങ്ങനെ ആ വഖഫ് നിയമത്തെ, നിലവിലുള്ള വഖഫ് നിയമത്തെ മനസ്സിലാക്കാത്തോണ്ട്, നിലവിലുള്ള വഖഫ് നിയമത്തിൽ വഖഫ് ബോർഡിനെ പ്രഖ്യാപിച്ചാൽ, ഇതിപ്പോ ഇവിടെ വന്നിട്ട് വഖഫ് ബോർഡ് ഇത് ഇവരുടെയാണെന്ന് പറഞ്ഞാൽ അതിന് അവകാശം ഉണ്ട് നിയമത്തിൽ. അല്ല അതെ, പക്ഷെ അതൊരിക്കലും തീരത്തില്ലല്ലോ. കാരണം വഖഫിന് അധികാരമുണ്ട്. ഞാൻ ചോദിക്കട്ടെ, അതിപ്പം കോമൺ സെൻസ് അല്ലേ? ഇപ്പൊ വഖഫിന് ഇപ്പൊ എന്റെ വീട്ടിനടുത്ത് ഒരു അമ്പലമുണ്ട്, അമ്പലത്തിൽ കുറെ വസ്തു, ഞാൻ പറയാ ഇത്തരം സ്ഥലം അമ്പലത്തിന് സ്ഥലമല്ലാതെ ഇറ്റ് വിൽ ബിക്കം എ കേസ്. പക്ഷെ ഞാൻ പറയുന്നത് നമ്മൾ വ്യക്തികൾ കൊടുക്കുന്നില്ല, വഖഫ് ബോർഡിന് പരമാവധി. വഖഫ് ബോർഡ് ഞാൻ പറയട്ടെ, ഞങ്ങളെ പള്ളികളിൽ തന്നെ എന്തും വേണ്ടി അടിയും പിടിയും നടക്കുന്നുണ്ടോ അറിയാം. എന്തോ ഈ വഞ്ചി വരുന്നത്, വഞ്ചി പൊട്ടിക്കും, ഇരുന്ന സെക്രട്ടറി അടിച്ചോണ്ട് എന്ന് പറയും. പിന്നെ അടുത്ത മീറ്റിംഗിൽ അതൊക്കെ കണ്ടവനാ ഞാൻ. മനുഷ്യരാകുമ്പോ പണം എവിടെ ഉണ്ടോ അവിടെ അടി ഉണ്ടാവും. അപ്പൊ അതേപോലെ ഞാൻ അത്രേ ഉള്ളൂ. എനിക്ക് അതിനകത്ത് വഖഫ് ബോർഡിൽ വഖഫിനെ സംബന്ധിച്ച തർക്കങ്ങൾ എനിക്ക് ഇഷ്ടപ്പെട്ട് നിങ്ങൾക്ക് ഇറ്റ് ഈസ് യുവർ പ്രോപ്പർട്ടി. അല്ല, അത് ഞാൻ അംഗീകരിക്കുന്നു. അതായത് ഒരു മുസ്ലിം വിശ്വാസി അയാളുടെ സ്വത്ത് അള്ളാഹുവിന് കൊടുത്താൽ അതിൽ സർക്കാർ ഇടപെടേണ്ട കാര്യമില്ല എന്ന അഭിപ്രായം എനിക്കുണ്ട്. പക്ഷെ വഖഫ് ബോർഡ് ഒരു സ്റ്റേറ്റ് ഓർഗനൈസേഷൻ ആവുകയും, ഞാൻ പറഞ്ഞ ഇപ്പം ഞങ്ങളുടെയൊക്കെ പള്ളിയുടെ പള്ളി എന്ന് പറഞ്ഞ പ്രൈവറ്റ് ഓർഗനൈസേഷനാണ്. വഖഫ് ബോർഡ് ഒരു സ്റ്റേറ്റ് ഓർഗനൈസേഷൻ ആവുകയും വഖഫ് ബോർഡിന് പരമാധികാരം ഉണ്ടാവുകയും ചെയ്യുമ്പോൾ ചില പ്രശ്നം ഉണ്ടാവുന്നുണ്ട്. ഒന്ന്, അത് നമ്മൾ പരിഹരിക്കണം. അതുപോലെ തന്നെയും അമുസ്ലിങ്ങളെ വഖഫ് ബോർഡിലേക്ക് വെക്കുന്നതിനോട് യാതൊരു യോജിപ്പ് എനിക്കില്ല. അത് വെക്കാൻ പാടില്ല. അതോടെ അതിനെതിരാണ് അവിടെ വെച്ച് പൊളിഞ്ഞ സംഭവം. എന്ന് വെച്ചാൽ ഇപ്പൊ ഞാൻ പറയുന്നത് 2 മുസ്ലിയാക്കന്മാർ എന്റെ പള്ളിയിൽ നാളെ തൊട്ട് ദേവസ്വം ബോർഡിന്റെ ചീഫ് ആക്കാൻ. അല്ല, അത് ശരിയല്ല, അതിനോട് ഞാൻ യോജിപ്പില്ല. പക്ഷെ അവര് പറയുന്ന ന്യായം എന്താന്ന് വെച്ചാൽ വഖഫ് ബോർഡ് പല അവകാശങ്ങൾ ഉന്നയിക്കുന്നുണ്ട്, അത് പറയുന്നുണ്ട്. പക്ഷെ അപ്പോഴും വേറെ പ്രശ്നമുണ്ട്, അതിന് മറുഭാഗമുണ്ട്. അത് അവസാനിപ്പിക്കുക. പുതിയ നിയമത്തിലെ വഖഫ് ബോർഡ് ഇനി അങ്ങനെ ഉന്നയിക്കാൻ പറ്റില്ല, കാരണം കളക്ടറൊക്കെ ആയിരിക്കും അധികാരം വരാൻ പോകുന്നത്. അപ്പൊ പിന്നെ ഇങ്ങനെ ഒരു അഹിന്ദുവിന് അമുസ്ലിമിനെ വെക്കേണ്ട കാര്യമില്ല. ആ കാര്യം യോജിക്കുന്നു. പക്ഷേ നിലവിലുള്ള വഖഫ് നിയമം ഒരുപാട് പോരായ്മകളുണ്ട്. ഇല്ലാത്തത് കാണൂ. അല്ല, പക്ഷെ മുഴുവൻ പോരാ, അവർക്ക് പരമാധികാരം ഇല്ലാത്തത് കാണൂ. അങ്ങനെ എന്തെങ്കിലും അതിക്രമം ഉണ്ടെങ്കിൽ ഞാൻ മുമ്പിൽ നിൽക്കാം. ഷോമി ഇൻ കേരള, ഞാൻ കേസ് കൊടുക്കാം. ഞാൻ എന്താ പരസ്യമായിട്ട് പറയല്ലേ? എന്നാ പിന്നെ നമ്മുടെ ചെറായിലെ കേസ് പിടിക്കും. അല്ല, ചെറായിലെ കേസ് ഞാനത് കണ്ട്. ഇപ്പൊ എനിക്ക് വയ്യാത്തോണ്ട് കാലം കണ്ടില്ല ഞാൻ കയറി വന്നത്, അതുകൊണ്ട് ഡിസബിലിറ്റീസ് ഒക്കെ ഉണ്ട്. പക്ഷെ തിങ്സ് ഞാൻ വേറെ കൊല്ലത്തെ ഒരു ഇതിന് വേണ്ടി ഇപ്പൊ അടുത്ത ആഴ്ച കേസ് കയറിയ പേപ്പർ റെഡി ആയിക്കൊണ്ട് വയ്യാഞ്ഞിട്ടും എൻ്റെ ഒരു രശ്മി എന്ന് പറയുന്ന ഒരു അഡ്വക്കേറ്റ്, ഐ തിങ്ക് ഷീൽ ഡു ഇറ്റ്. ബിക്കോസ് എനിക്ക് നടക്കാൻ വയ്യാന്ന് പുള്ളിക്കാരിക്ക് മനസ്സിലായി. 10 ഇതാണൊക്കെ ഒരു അനാസ്ഥ, സർക്കാരിൻ്റെ ഒരു അനാസ്ഥ. നമ്മളെ ടൂറിസം വികസിപ്പിക്കാമെന്ന് പറഞ്ഞ സന്തോഷ് ജോർജ് കുളങ്ങര വരെ ഇതിനകത്ത് എടുത്തിരുത്തിയിരിക്കുക. 10, 30, 20 വർഷം കൊണ്ട് ഞങ്ങളെ TS കനാൽ ഇവിടെ പാർവതി പുത്തനറിൽ കൂടെ ഇങ്ങനെ വരാം ആർക്ക് ഈ ഫോറിൻ ടൂറിസ്റ്റുകൾ. ഇത്രയും കോടി രൂപയിലാക്കിയിട്ട് 13-14 വഴിയാക്കിയിട്ടിരിക്കുക. ഐ എം ഗോയിങ് ടു ഗോ ആൻഡ് ആസ്ക് ദ കോർട്ട്, ആസ്ക് ദം ടു ഫിനിഷ് ഇറ്റ്, അതേ സ്റ്റോപ്പ് ഓൾ ദ ന്യൂ പ്രോജക്ട്സ്. അപ്പോൾ ഇതാണ്. അല്ലാതെ നമുക്ക് വേറെ വിദ്വേഷമൊന്നും ഉണ്ടായിട്ടല്ല. ഒരു കളക്ടർ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരു SNDP കാരനായിരിക്കും, അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യാനി ആയിരിക്കും. അങ്ങനെ കൊണ്ടുവന്ന് അങ്ങനെ തീരുമാനിക്കുന്ന പറഞ്ഞാൽ ആർക്കും സംഭവിക്കും. അങ്ങനെയാണെങ്കിൽ ഞങ്ങളെ 2 മുസ്ലിയാക്കന്മാരെയും കൂടെ നിങ്ങൾ ദേവസ്വം ബോർഡിൽ കയറ്റി ഞങ്ങൾ ഈ കേസ് വിട്ടേക്കാം. അതല്ല, ആ കാര്യമല്ല ഞാൻ പറഞ്ഞത്. ആ കാര്യം തന്നെ അല്ല, അതേ ഉള്ള കാര്യം. വഖഫ് വി ഡോണ്ട് വാണ്ട് എനി നോൺ മുസ്ലിംസ് കം ഇൻ ദി സീൻ. അല്ല, ഓക്കെ, മുസ്ലിങ്ങൾ ഹിന്ദുക്കളും കൂടെ സമ്മതിക്കട്ടെ. എൻ്റെ പള്ളിയിൽ 2 പേരെ അതിനകത്ത് കയറ്റുമോ? എന്തെല്ലാം പേർക്സാ അവർക്ക് കിട്ടുന്ന ദേവസ്വം ബോർഡിന്റെ മെമ്പർ ആയി കഴിഞ്ഞാൽ ഇല്ലേ? എന്ത് ഭയങ്കര പേർക്സാ. ഹിന്ദു വിശ്വാസിയാണെന്ന് നിങ്ങൾക്ക് അങ്ങനെ ആവാൻ ഞങ്ങൾക്ക് ആയിക്കൂടാ. അല്ല, ആ കാര്യത്തോട് ഞാൻ യോജിക്കുന്നു. അങ്ങനെയുള്ള രാജ്യമല്ല നോൺ മുസ്ലിംസ് വഖഫ് ബോർഡിൽ വരണ്ട. അവിടെ വെച്ച് പൊളിഞ്ഞല്ലോ മൊത്തം. പക്ഷെ വഖഫ് ബോർഡ് നിയമം ഭേദഗതി ചെയ്യണം. അതിന് അമിതാധികാരങ്ങൾ ഉണ്ടായിരുന്നു. അമിതാധികാരങ്ങൾ ഒന്നിനും ഉണ്ടാവരുത്. There must be somebody to monitor. ഒരു മോണിറ്ററിങ് ഏജൻസി. അപ്പൊ അങ്ങനെ കൊണ്ടുവരുമ്പം ഈ ദേവസ്വം ബോർഡിന്റെ മുകളിലും കൊണ്ടുവരണം. ഞങ്ങൾ പറയുന്നത് ഈ ക്രിസ്ത്യൻ സഭയുടെ മുകളിലും കൊണ്ടുവരണം. അല്ല, ഈ ക്രിസ്ത്യൻ സഭ തന്നെ സർക്കാരിന് റോളില്ലല്ലോ.
സർക്കാർ റോൾ ഉള്ളപ്പോഴേ പ്രശ്നം. ദേവസ്വം ബോർഡിനുണ്ട്, ദേവസ്വം ബോർഡിനുണ്ട്. ക്രിസ്ത്യൻ സമൂഹങ്ങൾക്കൊന്നും സർക്കാർ പറയാം. അതുമല്ല മതസംഘടനകളും ഒക്കെ ആണല്ലോ. എവിടെ വഖഫ് ബോർഡ് ഒന്നുകൂടെ പഠിച്ചു നോക്കാം. മനുഷ്യൻ എവിടെ ഉണ്ടോ അവിടെ അഴിമതി കാണും. എന്തിനു ഈവിൾ എന്ന് പറഞ്ഞ് ദൈവം അങ്ങേർക്ക് ചാൻസ് പെർമിഷൻ കൊടുത്തു, നീ പോയി ഇവരെല്ലാം പഠിപ്പിക്കാൻ. ഖുറാനിലും ഉണ്ട്. ഇബ്ലീസിനെ വെളിയിലാക്കിയപ്പോഴത്തേക്ക് ആദമിനെ പറഞ്ഞ് കുമ്പിടാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അത് ശിർക്കാണ്, ഞാൻ നിന്നെ കുമ്പിടത്തോളം ഇറങ്ങും എന്ന് പറഞ്ഞ് വെളിയിലാക്കിയത്. അപ്പം പറഞ്ഞ് നിന്റെ ഈ സൃഷ്ടിക്കുന്നവരെ കൂടെ ജീവിക്കാൻ എനിക്ക് ബൈബിളിലുണ്ട്, സൃഷ്ടിക്കാനുള്ള ജീവി, അതിന് ഗോഡ് ഹാസ് ഗിവൻ പെർമിഷൻ ടു കം ആൻഡ് കറപ്റ്റ് us. എന്നിട്ട് ഇന്ന് ഷാജിന് ഈ 2024 ഇന്നുകൊണ്ട് അയ്യോ അവിടെ കറപ്ഷൻ ഉണ്ടെന്ന്. That's a monitoring agencies come for all these agents, all these things. അവിടെ കൊണ്ടുവരട്ടെ, ആർക്കാ എതിര്? പക്ഷെ ഈ കൊണ്ടുവന്ന് ഇതിനകത്ത് കയറ്റി ഇരുത്താൻ കളക്ടർക്ക് ചാൻസ്, അത് നടക്കത്തില്ല. അതിന് ഞങ്ങൾ അങ്ങ് അറ്റം വരെ പോരാടും മാത്രമല്ല, ഐ വിൽ ബി ഇൻ ദ ഫ്രണ്ട്. അത് വേറൊരു ഉദ്ദേശമില്ല. പക്ഷേ നിയമം ഭേദഗതി ചെയ്തേ പറ്റൂ. bring a monitoring agency, catch all those culprit fellows, put them in jail. എന്റെ പള്ളിയിലെ മുസ്ലിംകാരാണെങ്കിൽ put them in jail. Okay, thank you very much.